നും രാജധാനി കരിയർ അക്കാദമിയും കൂടി സംയുക്തമായി ചേർന്ന് നടത്തുന്ന 15 ദിവസത്തെ ഈ ഒരു ഫ്രീ ഓൺലൈൻ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിന്റെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് നമ്മുടെ കേരള ബിൽഡിംഗ് റൂൾ അനുസരിച്ചിട്ടുള്ള നമുക്ക് ഒരു ബിൽഡിംഗ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോഴും അതുപോലെ സൈറ്റ് ഡീറ്റെയിൽസ് സൈറ്റ് മെഷർമെന്റ് ചെയ്യുമ്പോഴും അതുപോലെ ജനറൽ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എല്ലാ ബിൽഡിംഗ് റൂൾസും അതുപോലെ ഇപ്പോ ബിൽഡിംഗ് റൂൾസിൽ ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടും ക്ലാസ് ഉണ്ടാകുന്നതാണ്. അതുപോലെ നമ്മുടെ സൈറ്റ് വിസിറ്റിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതേപറ്റി ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്കറിയാം ക്ലയന്റ് ഡീലിംഗ് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ്. അപ്പോൾ ആ ഒരു ക്ലയന്റ് ഡീലിംഗിൽ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഒരു ക്ലയന്റ് നമ്മളെ കോൺടാക്ട് ചെയ്താൽ അവർ ഏത് ടൈപ്പ് ക്ലയന്റ് ആണ്, അവരോട് എങ്ങനെയാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അതിനെ കുറിച്ചിട്ടുള്ള സെക്ഷൻസ് ഒക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ വരുന്നത്. ഇതിൽ ഫസ്റ്റ് 5 ഡേയ്സ് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഓൺലൈൻ സെക്ഷനും അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക്, സെലക്ഷൻ മീൻസ് നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു എക്സാം ഒക്കെ ഉണ്ടാകും ലാസ്റ്റ്. ആ ഒരു എക്സാമിലൂടെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് 10 ഡേയ്സ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഓഫ്ലൈൻ സെക്ഷനിലോട്ട് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഈ ഒരു ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഈ ഒരു സെക്ഷൻ എടുക്കുന്നത് രാജധാനി കൺസ്ട്രക്ഷന്റെയും രാജധാനി കരിയർ അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള എഞ്ചിനീയർ പ്രജീഷ് സാർ ആണ്. അപ്പോ ഈ ഒരു ക്ലാസ് സെക്ഷൻ എല്ലാവരും നല്ലതായിട്ട് അറ്റൻഡ് ചെയ്യുക. ആ ഒരു 10 ഡേയ്സിലേക്ക് എല്ലാവർക്കും സെലക്ഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഈ ഒരു ക്ലാസ്സിലേക്ക് നമ്മുടെ രാജധാനി കൺസ്ട്രക്ഷന്റെയും രാജധാനി കരിയർ അക്കാദമിയുടെയും മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള പ്രജീഷ് സാറിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ദീതു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ അല്ലെങ്കിൽ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നതിനെ കുറിച്ചിട്ടായിരിക്കും എല്ലാവർക്കും ആദ്യമായിട്ട് ചോദിക്കുന്നത്. എന്തിനാണ് നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തത്, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തത് കൊണ്ട് നമുക്കിന്ന് പ്രയോജനമുണ്ട്? പലപ്പോഴും പറയുന്നത് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തത് കൊണ്ട് ജോലിയില്ല, അല്ലെങ്കിൽ വലിയ ശമ്പളമൊന്നുമില്ല, അതുപോലെ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വലിയ പൊസിഷനൊന്നും കിട്ടാറില്ല, ഇങ്ങനെയൊക്കെയാണ് പറയാറ്. പക്ഷെ ഞാൻ ആദ്യമായി കൺഗ്രാജുലേഷൻ പറയാണ് നിങ്ങളുടെ അടുത്ത്. കാരണം ഞാൻ ജീവിതത്തിൽ വലിയ നിലയിലേക്ക് എത്താൻ സാധിച്ചത് ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് മാത്രം. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ലോകത്തെ സമ്പന്നരെല്ലാം തന്നെ, അതായത് അതിസമ്പന്നരെല്ലാം തന്നെ സിവിൽ എഞ്ചിനീയേഴ്സ്, അതായത് കൺസ്ട്രക്ഷൻ മേഖലയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോ ലൂലുമാള് നടത്തുന്ന ആള് തന്നെ നോക്കിയാലും, യൂസഫ് അലി സാറിനെ നോക്കിയാലും, ആള് ശരിക്ക് ലൂലുമാൾ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിലെ ഷോപ്പുകളെല്ലാം സെയിൽസ് നടത്തി. ഇങ്ങനെ ഒരുപാട് സമ്പന്നരെല്ലാം തന്നെ ഈ പറയുന്ന സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് ഒരുപാട് ധനവും ഒരുപാട് അധികാരവും പ്രശസ്തിയും ഒക്കെ നമുക്ക് നേടാൻ സാധിക്കുന്നത് ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗിലൂടെ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയോണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ആയിട്ട് വരുന്ന നിങ്ങളെ എവരുടെയും ഒരു സ്വപ്നമായിരിക്കും നമുക്ക് ഒരുപാട് ധനം ഉണ്ടാക്കണം, ഒരുപാട് വലിയ വീടുകൾ ഉണ്ടാക്കണം, അതുപോലെ തന്നെ നമുക്ക് കാറൊക്കെ വാങ്ങണം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചു വന്നു. ഞാനും അത്തരത്തിൽ ആഗ്രഹിച്ചു തന്നെയാണ് എഞ്ചിനീയറിംഗിലേക്ക് എത്തിയത്. അപ്പോ നമുക്ക് ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് എന്തെല്ലാമാണ് മാർഗം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? ഇപ്പൊ പഴയ കാലഘട്ടത്തില് നമ്മളൊക്കെ നോക്കിക്കഴിഞ്ഞാല്, ഞാനൊക്കെ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്നതിന് മുമ്പ്, അതായത് +2 പറയുന്നത് എന്തായിരിക്കും, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, എൻട്രൻസിന്റെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഞ്ചിനീയറിംഗിലേക്ക് പോവാം എന്നുള്ളത്. അപ്പൊ അവിടുന്ന് എഞ്ചിനീയറിംഗിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് അത് പാസ്സായി കഴിയുമ്പോഴാണ് പിന്നീട് പറയുന്നത് നമുക്ക് PSCയിലേക്ക് പോവാം. എന്നാൽ ഇന്നത്തെ കാലഘട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അപ്പൊ ഇവിടെയും പഴയ കാലഘട്ടത്തിൽ ഞാനൊക്കെ ചെയ്തിരുന്നത് ഇതാണ്: ബിടെക് കംപ്ലീറ്റ് ചെയ്യുന്നു, അതിനുശേഷം സോഫ്റ്റ്വെയർ ഒക്കെ പഠിക്കാൻ പോകുന്നു, പിന്നെ PSC ഉണ്ട്, അതുപോലെ ഹയർ സ്റ്റഡീസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ജോലിക്ക് പോകാം. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ആദ്യമേ പറയാറുണ്ടായിരുന്നു, നിങ്ങൾ സോഫ്റ്റ്വെയർ പഠിക്കണം, എന്നിട്ട് PSCക്ക് ട്രൈ ചെയ്യണം, പിന്നെ അതോടൊപ്പം തന്നെ ഹയർ സ്റ്റഡീസും നമ്മൾ നടത്തണം. പക്ഷെ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കായിരിക്കും നമുക്കൊരു 5-10 വർഷമൊക്കെ കഴിയും. അപ്പൊ നമുക്ക് ഗവൺമെന്റ് ജോലി കിട്ടണമെന്നൊന്നുമില്ല, കാരണം ആ ഒരു ജോലി നമ്മുടെ കയ്യിലാണ്.
അപ്പൊ അതുകൊണ്ട് എന്റെ കൂടെ പഠിച്ചവരായാലും അല്ലാത്തവരെയൊക്കെ നോക്കുമ്പോൾ പലരും പിന്നീട് ചെറിയ ചെറിയ ജോലിക്ക് കയറേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പഠിച്ചിറങ്ങിയ ഉടനെ നമ്മൾ ഒരു ജോലിക്ക് കയറിയാലുള്ള ഗുണം, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ജോലിക്ക് കയറിയാലുള്ള ഗുണം? അതായത് നമുക്ക് കുറച്ച് പൈസ കിട്ടും, അതുപോലെ തന്നെ നമുക്ക് ഒരു ജോലി എന്ന് പറയുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ 5000 തൊട്ട് 10000 വരെയൊക്കെ ആയിരിക്കാം ഇന്ന് നിങ്ങൾ ബിടെക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടും. ഈ ഒരു കാർട്ടൂൺ വളരെ പ്രശസ്തമാണ്. ഒരു സൈറ്റിൽ നിൽക്കുന്ന ബംഗാളിക്ക് 30,000 രൂപ ശമ്പളവും അവിടെ സൈറ്റ് നോക്കാനായിട്ട് നിൽക്കുന്ന ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അവന് 10,000 രൂപയാണ്. അപ്പൊ ഇതിന് കാരണമായിട്ടൊക്കെ പലതും പറയാം. ഒരു കാരണം പറയാം, ഇപ്പോ ഞങ്ങളെ പോലുള്ള കോൺട്രാക്ടേഴ്സ് പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയാം. രണ്ടാമതായിട്ട് പറയാം, നമ്മുടെ സർക്കാരിന്റെ പിടിപ്പുകേടാണ്. സർക്കാർ നമുക്ക് ഇവർക്കാർക്കും ബിടെക് ഒക്കെ പഠിച്ചിറങ്ങുന്നവർക്ക് സർക്കാർ ജോലി കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാം. പക്ഷെ ഇതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഞാനൊരു ബംഗാളിയെ സൈറ്റ് നിർത്തിയിട്ട് പറയുകയാണ്, ഈ ഒരു കോളം നീ കറക്റ്റായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവനറിയാം ഈ കോളം കറക്റ്റായിട്ട് എങ്ങനെ അതിന്റെ സ്റ്റിറപ്പ് കിട്ടണം, അതിന്റെ ജോയിന്റ്സ് ഒക്കെ എവിടെ വരണം, ഈ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കറക്റ്റ് ചെയ്യണം, 20 mm 40 mm അതായത് 60 mm ഡയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ഓവർലാപ്പ് ചെയ്യണം, കോളത്തിന്റെ കവറിങ് കഴിച്ചിട്ട് എത്രയ്ക്ക് നമുക്ക് കമ്പി കിട്ടണം, ഇതൊക്കെ അവനറിയാം. പക്ഷേ ബിടെക് പഠിച്ചിറങ്ങുന്ന ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഈ വക കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്കില്ലിന്റെ കുറവുണ്ട്. അപ്പൊ നിങ്ങള് ഒരു സ്കില്ല് നേടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ വർക്ക് ചെയ്യുന്നത് എന്ന ഒരു സ്കില്ല് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന 30,000 രൂപ ബംഗാളി വാങ്ങുന്ന സ്ഥലത്ത് 3 ലക്ഷം വാങ്ങാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ വാങ്ങുന്നവരാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങളും നിങ്ങളെപ്പോലുള്ളവരും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സ്കില്ലാണ്. എങ്ങനെയാണ് ഇത് വെച്ചുകൊണ്ട് നമ്മൾ ക്യാഷ് ഉണ്ടാക്കും? ശരിക്കും നമ്മളെ സിവിൽ എഞ്ചിനീയറിംഗിൽ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പഠിപ്പിക്കും, ടണൽ ഉണ്ടാക്കാൻ പഠിപ്പിക്കും, റെയിൽവേ വർക്ക് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ എഞ്ചിനീയറിംഗ് വെച്ച് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കണമെന്ന് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഒരു മെത്തേഡാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ പണ്ട് ചോദിക്കാറുണ്ട്, എന്തിനാ നീ പഠിക്കുന്നത്? പണ്ട് ഇന്നസെന്റ് ഒരു തമാശയിൽ ചോദിച്ചതാ, നീ എന്തിനാ പഠിക്കുന്നത്? അപ്പൊ പലരും പറയാറുണ്ട്, നമുക്ക് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ഹയർ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെയൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മളെല്ലാവരും പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒരാള് ഗൾഫിൽ പോയി അയാൾക്ക് ജോലി കിട്ടി തിരിച്ചു വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, നീ രക്ഷപ്പെട്ടോ എന്ന്. അപ്പൊ രക്ഷപ്പെട്ടോ എന്നതിന്റെ അർത്ഥം അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നല്ല, അയാൾക്ക് സമ്പത്ത് നേടാൻ സാധിച്ചോ എന്ന്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ഈ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ക്യാഷ് ഉണ്ടാക്കുക എന്നാണ്. എന്നാൽ നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എവിടെയും തന്നെ നമ്മൾ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് ആരും നമ്മളെ ക്യാഷ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നില്ല എന്ന ഒരു വിരോധാഭാസം കൂടി ഇന്ന് നിലവിലുണ്ട്. നിങ്ങൾ ആലോചിക്കുക, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാരൊക്കെ പറയും, മക്കളെ നന്നായിട്ട് നീ പഠി, നിന്റെ ഭാവി 10ാം ക്ലാസ്സിലാണ്. അത് കഴിഞ്ഞ് പ്ലസ് 2 എത്തുമ്പോൾ പറയും, നീ അതിന് നല്ല മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാവി +2-ലാണെന്ന് പറയും. അത് കഴിഞ്ഞ് എൻട്രൻസിലേക്ക് പോകുമ്പോൾ പറയും, നീ എൻട്രൻസിൽ നല്ല റാങ്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ഭാവി അവിടെയായിരിക്കും. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ബിടെക് എടുത്ത് ഇറങ്ങുന്ന സമയത്തും ഇത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവർ പറയും, നീ ബിടെക്കിന് നല്ല മാർക്ക് വാങ്ങിയാൽ നിന്റെ ഭാവി സുരക്ഷിതം. ഇത് തന്നെയായിരിക്കും എംടെക് എടുത്താലും അല്ലാതെ എന്ത് പഠിച്ചാലും ഇവരൊക്കെ. പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് അതൊന്നുമല്ല യഥാർത്ഥ ലൈഫ്. അത് കഴിയുമ്പോഴാണ് ഇവർ പറയുന്നത്, നീ ജോലിക്ക് പോയാൽ നിനക്ക് ക്യാഷ്. നമ്മൾ ജോലിക്ക് ചെല്ലുമ്പോഴോ ആ ജോലിയെ പറ്റിയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സ്കില്ലോ നമുക്കില്ല. പണ്ട് പറയുന്നത് കണക്ക് ജോലിക്ക് ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കുക എക്സ്പീരിയൻസ്. ആരെങ്കിലും ഒരു ജോലി തന്നാലല്ലേ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോ നമുക്കൊരു എക്സ്പീരിയൻസ് നേടാനായിട്ട് നമ്മൾ ആരുടെയെങ്കിലും കീഴിൽ പോകും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഇന്ന് ഈ പറയുന്ന കണക്ക് 10,000 രൂപയ്ക്കും 5,000 രൂപയ്ക്കും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരാണ്. അപ്പൊ ഞാനും ഒക്കെ പഠിച്ചിറങ്ങിയ സമയത്ത് ഇതേ അവസ്ഥയൊക്കെ തന്നെയായിരുന്നു. ഞാൻ കമ്പനി തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു 10 വർഷം വളരെ സ്ട്രഗിൾ ആയിരുന്നു. കാരണം എനിക്കും അറിയില്ല എങ്ങനെയാണ് ഈ സിവിൽ എഞ്ചിനീയറിംഗ് വെച്ച് ക്യാഷ് ഉണ്ടാക്കി.
പക്ഷെ ഈ ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താലാണ് എനിക്ക് ക്യാഷ് ഉണ്ടാക്കാൻ. അതിനുശേഷം ഉള്ള ഒരു 15 വർഷം കൊണ്ടാണ് ഞാൻ ജീവിതത്തിൽ ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയിൽ എല്ലാ രീതിയിലും എത്താനായിട്ട് എനിക്ക് സാധിച്ചത്. അപ്പൊ ഒരു 25 വർഷമൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ. അതിനുശേഷമാണ് ഞാൻ വിചാരിച്ചത് കുറെ കുട്ടികൾക്ക് ഞാൻ എങ്ങനെയാണ് ഈ എഞ്ചിനീയറിംഗ് വെച്ച് ഈ നിലയിലേക്ക് എത്തിയത് എന്നത് പറഞ്ഞു കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ ഈ രാജധാനി ഫിനിഷ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനം. അവിടെ സിവിൽ എഞ്ചിനീയറിംഗിലെ ഒരു സൈറ്റ് മെഷർമെന്റ് തൊട്ട് ആ ക്ലയന്റിന് നമ്മളത് ഹാൻഡ് ഓവർ ചെയ്യുന്നിടം വരെയുള്ള A to Z കാര്യങ്ങൾ എന്നോടൊപ്പം തന്നെ ഒരു 10 കുട്ടികളെ എടുത്ത് ഞാൻ പഠിപ്പിക്കുന്നു. അവർക്ക് അതിലൂടെ തന്നെ വലിയ നിലയിലേക്ക് എത്താനും സാധിച്ചു. ഞാൻ എങ്ങനെയാണോ ഒരു വർക്ക് പിടിക്കുന്നത്, ഞാൻ എങ്ങനെയാണോ ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, ഇതെല്ലാം ഞാൻ പഠിക്കും. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കോവിഡ് സീസണിലായിരുന്നു ഞാൻ ഏതാണ്ട് 10,000 കുട്ടികൾക്ക് ഇതുപോലെ 5 ദിവസത്തെ ഫ്രീ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്താലുള്ള ഗുണങ്ങൾ? അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഞാൻ പല കോളേജുകളിലും ഒക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയാറുണ്ട്, സാറേ എന്റെ ഇഷ്ടത്തിനൊന്നും അല്ല സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തത്, എങ്ങനെയൊക്കെയോ അങ്ങ് വന്നു പോയതാണ്, അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ ഞാൻ പിന്നീട് പറയാറുണ്ട്, ഞാൻ വളരെ ദാരിദ്ര്യത്തിൽ നിന്ന് വന്ന ഒരു കുടുംബത്തിലുള്ള ആളാണ്. അവിടെ നിന്ന് ഈ നിലയിലേക്ക് എത്താൻ കഴിഞ്ഞത് എഞ്ചിനീയർ ആയതുകൊണ്ട് മാത്രം. നമുക്ക് ആ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഗുണത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കും. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട് സിവിൽ എഞ്ചിനീയറിംഗ്? ശരിക്കും നമുക്ക് അതിലോട്ട് പോകാം. എന്തൊക്കെ നമുക്ക് പഠിച്ചാലാണ് ഒരു എഞ്ചിനീയറായ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ളവരൊക്കെ ഈ എഞ്ചിനീയറിംഗ് വെച്ച് എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുക, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോ അബ്ദുൽ കലാം പറയുന്നുണ്ട്, നമുക്ക് വലിയ ഉയരങ്ങളിലൊക്കെ എത്തണമെങ്കിൽ ആ സൂര്യനെ പോലെ നമ്മൾ കത്തിച്ചിരിക്കും. ശരിക്ക് നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മളൊരു സ്റ്റുഡൻ്റാണ്. ആ സ്റ്റുഡന്റിൽ നിന്നും നമ്മളെ മറ്റൊരു ലോകത്തേക്കാണ് നമ്മൾ, അതായത് വേറൊരു കോർപ്പറേറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ട ഒരു പ്രധാന കാരണം, ഒരു സ്റ്റുഡന്റും ഒരു സ്റ്റാഫും തമ്മിലുള്ള ആദ്യത്തെ വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ പലരും പറയും സ്റ്റുഡന്റിന് സാലറി ഇല്ല, സ്റ്റാഫിന് സാലറി. ഞാൻ പറയുന്നത് അതല്ല യഥാർത്ഥ വ്യത്യാസം. സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സ്ട്രക്ചറൽ ഡിസൈനിലെ ഒരു പാർട്ട് ക്വസ്റ്റ്യൻ വന്നു, അത് നിങ്ങൾ ആൻസർ ചെയ്തപ്പോൾ ഒരെണ്ണം തെറ്റിപ്പോയി, ബാക്കി എല്ലാത്തിനും ഫുൾ മാർക്ക് കിട്ടി. ബിടെക്കിലെ എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് കിട്ടി, ആ ഒരു മാർക്ക് മാത്രം തെറ്റി. നിങ്ങളെ എല്ലാവരും അഭിനന്ദിക്കും, എത്രയും നല്ല കുട്ടിയാണ്, ഇത്രയും നല്ല ആളാണെന്നൊക്കെ. പക്ഷേ എൻ്റെ ഒരു സ്റ്റാഫായിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു എഞ്ചിനീയർ ആയിട്ടോ ഇരിക്കുന്ന സമയത്ത് നിങ്ങളൊരു ബീമിന്റെ കമ്പി എഴുതിയപ്പോൾ ഇതുപോലെ 20 mm പകരം 12 mm ആയിപ്പോയി. ശരിക്കും എന്താ സംഭവിക്കുന്നത്? ആ കെട്ടിടം തന്നെ പൊളിഞ്ഞു. അപ്പൊ ഒരു സ്റ്റുഡന്റും ഒരു സ്റ്റാഫും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്ന സ്റ്റുഡന്റിന് തെറ്റുപറ്റാം. സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം അവന് തെറ്റുപറ്റാൻ പാടില്ല. ഞാൻ ഈ 31 വർഷമായിട്ട് അങ്ങനെ ഒരു തെറ്റ് പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് ഇന്നും ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഞങ്ങളൊക്കെ തെറ്റുകൂടാതെ എങ്ങനെയാണ് ഈ എഞ്ചിനീയറിംഗ് ഫീൽഡ് കൈകാര്യം ചെയ്യുന്നത്, ഇതായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ അതിനുള്ള ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് വേണം. അത് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും, ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ തെറ്റ് പറ്റാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. കാരണം ഞങ്ങളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഭവിഷ്യത്തും ഒക്കെ അനുഭവിച്ചാണ് ഈ 10 വർഷം. അപ്പോൾ അവിടെ നിങ്ങൾക്കെങ്കിലും അങ്ങനെ ഒരു ഇത് ഉണ്ടാകാതെ എങ്ങനെ ഒരു സ്റ്റുഡന്റിൽ നിന്നും നമുക്കൊരു ജോലി, അതായത് നല്ലൊരു എഞ്ചിനീയറിലേക്ക് എത്താം എന്നതിലേക്ക് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് ഒരു സ്റ്റുഡന്റിൽ നിന്നും നിങ്ങളൊരു ഇന്റേൺ എന്ന് പറഞ്ഞിട്ട് ആരുടെയെങ്കിലും കീഴിൽ പോയി പഠിക്കും. അപ്പൊ അവിടെയൊക്കെ വരുന്നൊരു കുഴപ്പം, നിന്നെ ആര് പഠിപ്പിക്കുന്നു എന്നുള്ളത്. ഒരു സ്റ്റുഡന്റിൽ നിന്നും നിങ്ങളൊരു സോഫ്റ്റ്വെയർ പഠിക്കാനായിട്ട് നിങ്ങൾ അവിടെ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ പഠിപ്പിക്കുന്നവന് സാലറി ചിലപ്പോൾ 5,000 10,000 രൂപ. അവനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരു എഞ്ചിനീയറിംഗിലൂടെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ ആ ഒരു മെത്തേഡ് അവൻ അറിയാമായിരുന്നു എങ്കിൽ അവൻ ഈ പണിക്ക് വരില്ലായിരുന്നു. നമ്മുടെ ഈ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഏറ്റവും വലിയ തകരാറായിട്ട് സംഭവിച്ചതും ഇതാണ്. അവിടെ പഠിപ്പിക്കുന്നവർക്കൊന്നും തന്നെ ഹൈ ഇൻകമോ ഹൈ സാലറിയോ ഇല്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാം പറയുന്നത് നീ ജനിച്ചിരിക്കുന്നതേ ജോലിക്കാരനാണ്.
നീ പോയിട്ട് ഇവിടെ നിന്ന് ഇതെല്ലാം പഠിച്ചതിന് ശേഷം ആരുടെയെങ്കിലും കീഴിൽ പോയിട്ട് 5,000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് ജോലി ചെയ്യും. അതിനപ്പുറത്തേക്ക് മറ്റൊരു ലോകമുണ്ടെന്നും ആ ലോകത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാൻ വരച്ചു കൊടുത്തും 3D വരച്ചും ഇന്റീരിയർ ചെയ്തും ഒക്കെ ഇന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ്. അവിടെയാണ് നമ്മൾ ക്ലൈന്റ് ഡീലിങ്ങിനെ കുറിച്ചും എങ്ങനെയാണ് ഒരു എഞ്ചിനീയർ സമ്പത്ത് ഉണ്ടാക്കേണ്ടതെന്നും സിവിൽ എഞ്ചിനീയറിംഗ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നും അത് ഉണ്ടാക്കിയ ആൾക്കാരിൽ നിന്ന് പഠിപ്പിക്കും. അങ്ങനെ പഠിക്കാനായിട്ട് കേരളത്തിൽ അങ്ങനെ വലിയ ആൾക്കാരില്ല എന്നതാണ് ഈ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഇന്ന് പറ്റിയ ഏറ്റവും വലിയ കുറവ്. അതിനൊരു പരിഹാരമായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു 5 ദിവസത്തെ സൗജന്യ ക്ലാസ് തരുന്നതും അത് കഴിഞ്ഞിട്ട് ഇതിൽ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്നവർക്ക് 10 ദിവസത്തെ അല്ലാതെയുള്ള പ്രാക്ടിക്കൽ ക്ലാസ്. അതിലൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്ലാൻ വരയ്ക്കാനും ഒരു സൈറ്റ് മെഷർ ചെയ്യാനും അതുപോലെ അത്യാവശ്യത്തിന് വർക്കുകളൊക്കെ സൂപ്പർവിഷൻ ചെയ്യാനും ഒക്കെ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് പലരും ചോദിക്കാറുണ്ട്, ഇനി ഇതിനിടയിൽ എവിടെയെങ്കിലും ഫീസ് മേടിക്കുന്നു. ഞാൻ വീണ്ടും ഉറപ്പ് വരുന്നു, ഒരിക്കലും അങ്ങനെ ഒരു ഫീസ് ഇതിൽ ഉണ്ടാവില്ല. ഈ 15 ദിവസത്തെ ക്ലാസ്സും ഫ്രീ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കും. ശരി, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അങ്ങനെ നമുക്കൊരു സ്റ്റുഡന്റിൽ നിന്നും ഒരു ഇന്ത്യൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു താഴെയുള്ള ഒരു ജോലിക്കാരൻ ആകാതെ നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റണം, ഒരു എഞ്ചിനീയർ ആയിട്ട് മാറണം. ആ എഞ്ചിനീയറിൽ നിന്നും നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറും. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അപ്പോഴായിരിക്കും നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയുന്നത്, മോനെ ഒരു പ്ലാൻ വരച്ച് തരൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ജോലിയൂടെ ഇതോടൊപ്പം ചെയ്യാം. അങ്ങനെ 2 സാലറി വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ഒന്ന് ഞാൻ നേരത്തെ പറയുന്നത് പോലെ ഡോക്ടേഴ്സും 2 എഞ്ചിനീയേഴ്സ്. അതിലെ തന്നെ സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്. അതുകൊണ്ടാണ് പഴയ കാലഘട്ടത്തിലൊക്കെ പറയാറ് നമ്മളെ മക്കളെ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ ആക്കാം. ആദ്യം ഡോക്ടറാ പറയുന്നത്, രണ്ടാമത് എഞ്ചിനീയർ. ആ എഞ്ചിനീയർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സിവിൽ എഞ്ചിനീയറാണ്. കാരണം നമ്മളൊരു സൈറ്റ് പോയിട്ട് അളക്കുന്ന സമയത്ത് അവൻ IT പാസ്സായതാണെങ്കിലും അവനെയും വിളിക്കുന്ന എഞ്ചിനീയർ. അതേസമയം മെക്കാനിക്കൽ പാസ്സായ ഒരാൾ വർക്ക്ഷോപ്പിൽ പോകണമെന്നാ പറയുന്നത്. ഇലക്ട്രിക്കൽ പാസ്സായവനായി വയറിങ്ങിന്റെ പണിക്ക് പോകുന്നു. അതേസമയം ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹം റെസ്പെക്ട് ചെയ്യുന്നത് ഈ സിവിൽ എഞ്ചിനീയേഴ്സിന്. അതുകൊണ്ടാണ് ഈ സിവിൽ എഞ്ചിനീയേഴ്സിന് ഇത്രയും പ്രാധാന്യം. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും ഒരു റിട്ടയർമെന്റ് ഇല്ല. എനിക്കൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും കാലം തന്നെ വർക്കുകൾ എടുത്ത് ചെയ്യാനോ അല്ലെങ്കിൽ പോകാനോ സാധിക്കും. എന്റെ റിലേറ്റീവ്സും എന്റെ ഫ്രണ്ട്സും ഒക്കെ തന്നെയാണ് എന്റെ ക്ലയൻസ്. ഇത് നിങ്ങൾക്കുമാകാം. ആകെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ സിവിൽ എഞ്ചിനീയറിംഗ് വെച്ചിട്ട് ഞങ്ങളെപ്പോലുള്ളവർ എങ്ങനെയാണ് ഈ ക്യാഷ് ഉണ്ടാക്കുക. അപ്പൊ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, നിങ്ങൾ എല്ലാവരും സ്റ്റുഡൻസ് ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ സ്റ്റുഡന്റിൽ നിന്നും ഇന്റേണിലേക്ക് പോകാതെ ഒരു എഞ്ചിനീയറിലേക്ക് എങ്ങനെ പോകും? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സൈറ്റിൽ നിന്ന് വെയിൽ കൊള്ളുന്നവനല്ല എഞ്ചിനീയർ. 5-10 മിനിറ്റ് ഒരു സൈറ്റിൽ പോയിട്ട് ആ കമ്പി കെട്ട് അത് ശരിയല്ല, അല്ലെങ്കിൽ സെറ്റിംഗ് ഔട്ട് നടത്തുമ്പോൾ ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് 5,000 10,000 ഒക്കെ ഫീസായിട്ട് വാങ്ങുന്ന ഞങ്ങളെപ്പോലുള്ളവരാണ് യഥാർത്ഥത്തിൽ എഞ്ചിനീയർ. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു ഓഫീസിൽ പോയിട്ട് പ്ലാൻ വരച്ചു കൊടുക്കുന്നവൻ ആണ് എഞ്ചിനീയർ. അത് മാറണം. അത് മാറാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്? ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആര് പഠിക്കുന്നോ അവന് ഈ ഇന്ത്യൻ എന്ന് പറയുന്ന ആ വാല്യൂ ഓഫ് ഡെത്തിൽ വീഴാതെ നേരെ ഡയറക്റ്റ് ആയിട്ട് എഞ്ചിനീയറിലേക്ക് പോകാനും അവിടെ നിന്നൊരു ബിസിനസ് ലെവലിലേക്ക് എത്താനും സാധിക്കും. നമുക്ക് അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് ആ ക്യാമ്പസിൽ നിന്നും കോർപ്പറേറ്റിലേക്ക് നമുക്ക് പോകാനായിട്ട് നമുക്ക് ഈ ഒരു വഴി, അതായത് 30,000 രൂപ വാങ്ങുന്ന ബംഗാളിയുടെ അടുത്ത് നിന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ബിടെക്കുകാരന് 10,000 രൂപയിൽ നിന്നും 3 ലക്ഷം രൂപയിലേക്ക് എത്താനുള്ള മാർഗം എന്താണ്? ഒരു സൈറ്റ് സൂപ്പർവൈസറിൽ നിന്നും നമുക്കൊരു പ്രോജക്ട് മാനേജറിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റുമോ? അങ്ങനെ പറ്റും എന്നാണ് എന്റെ സ്റ്റുഡൻസ് ഒക്കെ തെളിയിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്കും സാധിക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ളത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ സ്കില്ലുകൾ നേടാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് ഈ കാര്യങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതിലേക്ക് എത്താനായിട്ട് പറ്റും. എന്തൊക്കെയാണ് ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ? ഒന്നാമതായിട്ട് നമുക്ക് ലേ ഔട്ട് വർക്കാണ്.
എങ്ങനെയാണ് നമുക്ക് ഒരു സൈറ്റില് നമ്മളൊരു പ്ലാൻ വരയ്ക്കുമ്പോൾ, അതായത് ഒരു സൈറ്റ് മെഷർമെന്റ് ചെയ്ത് അതിനകത്തേക്ക് നമുക്ക് ഇതെങ്ങനെ ലേഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്കൊരു സൈറ്റിലേക്കൊക്കെ മെഷർ ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ ബൗണ്ടറി സ്റ്റോൺ കാണണമെന്നില്ല. അതുപോലെ തന്നെ ഇന്നടത്താണ് കോമ്പൗണ്ട് വാൾ ഉണ്ടാവും. അപ്പൊ ആ കോമ്പൗണ്ട് വാളിന്റെ എവിടെ വെച്ചായിരിക്കണം അളക്കേണ്ടത്? നമുക്കൊരു ടേപ്പ് പിടിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എങ്ങനെ നമുക്കൊരു തെറ്റുകൂടാതെ ഒരു മെഷർമെന്റ് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും? ഈ വക കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. അതുപോലെ തന്നെ ആ ഒരു മെഷർമെന്റ് ഒക്കെ എടുത്ത ഇത് വെച്ച് നമ്മളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്തതിനു ശേഷം ആ സൈറ്റിൽ ഇത് എങ്ങനെയാണ് ഞങ്ങളെ പോലുള്ള ലേ ഔട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളൊരു സെറ്റിംഗ് ഔട്ട് നടത്തുന്നത്? നമ്മളൊരു കുറ്റിയടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ലേ ഔട്ടിന് മുമ്പ് തന്നെ നമ്മളിത് മാർക്ക് ചെയ്തിട്ട് കൊടുക്കേണ്ടത് എവിടെയാണ് ആ ബിൽഡിങ്ങിന്റെ എൻഡ് വരുന്നത്. അവിടെയായിരിക്കും നമ്മുടെയൊക്കെ ആചാരപ്രകാരം നമുക്കൊരു വീടിന്റെയോ അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയൊക്കെ കല്ലുകൾ സ്ഥാപിക്കും. അതിനുശേഷമായിരിക്കാം നമ്മൾ ഒരു പക്ഷെ ബാക്കി സെറ്റിംഗ് ഔട്ടും ബാക്കി കാര്യങ്ങളും ചെയ്യുന്നത്. ഇതൊക്കെ ഞങ്ങളെപ്പോലുള്ളത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എഞ്ചിനീയർ എന്നുള്ള പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ 10 ദിവസത്തെ ട്രെയിനിങ്ങിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും ആ സെലക്ട് ചെയ്യുന്നവർക്ക് സൗജന്യമായിട്ട് തന്നെ വന്നിട്ട് ഈ സെറ്റിംഗ് ഔട്ട് എന്റെ റിയൽ വർക്ക് സൈറ്റുകളിൽ വന്നിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഓട്ടോകാഡ്. അപ്പൊ ഞാൻ ആദ്യം പറയുന്നു, നമ്മളൊരു സൈറ്റ് മെഷർ ചെയ്യാൻ പഠിക്കണം, ആ ലേ ഔട്ട് മെത്തേഡുകൾ പഠിക്കണം. രണ്ടാമതായി നമ്മൾ പഠിക്കേണ്ടത് ഓട്ടോകാഡാണ്. ഇന്ന് കേരള ബിൽഡിംഗ് റൂൾ അനുസരിച്ചിട്ട് കേരളത്തിൽ എവിടെ ഒരു ബിൽഡിംഗ് വെക്കണമെങ്കിലും ഈ നമ്മളെ പോലുള്ള ഒരു എഞ്ചിനീയറുടെ സർട്ടിഫിക്കേഷൻ. നമ്മുടെ കേരള ബിൽഡിംഗ് റൂൾ പറയുന്നത് നിങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങിയാൽ അപ്പോൾ തന്നെ ഒരു ബിടെക്കുകാരനെ സംബന്ധിച്ചോളം അപ്പോൾ തന്നെ അവന് ലൈസൻസ് കിട്ടും. ആ ലൈസൻസ് വെച്ചുകൊണ്ട് എത്ര വലിയ കെട്ടിടവും നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റും. ഇന്ന് കെ സ്മാർട്ട് എന്ന് പറയുന്നതിലേക്ക് എത്തിക്കഴിഞ്ഞു. മുനിസിപ്പാലിറ്റികളെല്ലാം കെ സ്മാർട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തുകളിലെല്ലാം എല്ലാം ഓൺലൈനായി കഴിഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് ഓട്ടോകാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറുകൾ പഠിക്കും. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ പഠിക്കാം. ഒന്ന്, ഓട്ടോകാഡിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും. എന്ന് വെച്ചാൽ അതിന്റെ ലെയർ ആയാലും അതുപോലെ മെക്കാനിക്കൽ കാര്യം പഠിക്കേണ്ടതും അതുപോലെ ഇലക്ട്രിക്കൽ കാര്യം പഠിക്കേണ്ടതും എല്ലാം നമുക്ക് പഠിച്ച് ഒരു 6 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ കോഴ്സായിട്ട് പഠിക്കും. എന്നാൽ ഞാൻ പറയുന്നത്, നിങ്ങൾ ഓട്ടോകാഡ് എന്ന് പറയുന്നത് ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളെ ഒരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ആ 3 ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾ അതിലൂടെ പഠിച്ചതിന് ശേഷം ബാക്കി ദിവസങ്ങളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒരു പ്ലാൻ എങ്ങനെ വരയ്ക്കാം, ഒരു പെർമിറ്റ് പ്ലാൻ എങ്ങനെ വരയ്ക്കാം, അതിന് നിങ്ങൾ എങ്ങനെയാണ് ഒരു മഴവെള്ള സംഭരണി വരയ്ക്കേണ്ടത്, ഒരു ഡ്രൈവേ എങ്ങനെ വരയ്ക്കണം, അതുപോലെ ഒരു സെപ്റ്റിക് ടാങ്കും സോപ്പിറ്റും എങ്ങനെ വരയ്ക്കണം, നിങ്ങൾ ഒരു ലൊക്കേഷൻ പ്ലാൻ എങ്ങനെ വരയ്ക്കണം, ഒരു സർവീസ് പ്ലാൻ എങ്ങനെ ആയിരിക്കണം വരയ്ക്കേണ്ടത്, ഒരു പാർക്കിംഗ് പ്ലാൻ എങ്ങനെ വരയ്ക്കണം. ഈ വക കാര്യങ്ങളെ കുറിച്ചായിരിക്കണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും അതുപോലെ തന്നെ ഇപ്പോ നമുക്ക് വരുന്ന പുതിയ ലേഔട്ടുകളുണ്ട്, കെ സ്മാർട്ട് ഉണ്ട്, അതിന് നമ്മൾ ലെയർ ആയിട്ടൊക്കെ നമ്മൾ വരച്ചു കൊടുക്കേണ്ടി വരും. അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഞങ്ങളെപ്പോലുള്ള എഞ്ചിനീയേഴ്സ് എങ്ങനെയാണ് ഇത് വരച്ചു പഠിക്കേണ്ടത്, ഈ വക കാര്യങ്ങളെ കുറിച്ചായിരിക്കണം പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു ക്ലയന്റ് വന്നിട്ട് എനിക്കൊരു 2000 സ്ക്വയർ ഫീറ്റിന്റെ പ്ലാൻ എന്നേ പറയുള്ളൂ. അപ്പൊ അവർക്ക് എത്ര ബെഡ്റൂമിന് എത്ര വലുപ്പം കൊടുക്കണം, ടോയ്ലറ്റിന് എത്ര വലുപ്പം കൊടുക്കണം, ട്രാഫിക് ഏരിയ എത്രയായിരിക്കണം, എങ്ങനെ നമുക്ക് ട്രാഫിക് ഏരിയ കുറച്ചുകൊണ്ട് നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ഒരു ഏരിയ മാക്സിമം വേസ്റ്റ് ആകാതെ പാസേജ് ഒക്കെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, എങ്ങനെ നല്ല കാറ്റും വെളിച്ചവുമുള്ള നല്ല ക്രോസ് വെന്റിലേഷൻ ഒക്കെ ഉള്ള ഒരു ബിൽഡിംഗ് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഈ വക കാര്യങ്ങളെ കുറിച്ച് പഠിക്കുകയാണ് യഥാർത്ഥത്തിൽ ഓട്ടോകാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കൊണ്ട് നമുക്ക് ഉപയോഗമുണ്ടാകും. ഞാൻ വീണ്ടും പറയുന്നു, ഓട്ടോകാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾ മിനി ഡ്രാഫ്റ്റോ സ്കെയിലോ വെച്ച് വരയ്ക്കുന്ന കണക്കുള്ള ഒരു ഇൻസ്ട്രുമെന്റ് മാത്രം. അത് വിട്ടിട്ട് അതൊരു സോഫ്റ്റ്വെയർ പഠിച്ചത് കൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്ന ഒരു ധാരണ പലപ്പോഴും നിങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേവലം ബിസിനസ് നടക്കാൻ വേണ്ടി മാത്രം. അവിടെ നിന്ന് നിങ്ങൾ ഈ വക കാര്യങ്ങളെ കുറിച്ച് പറയണം. ഒരു ക്ലയന്റ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് എനിക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വേണമെന്നാണ്, അല്ലെങ്കിൽ എനിക്കൊരു 5000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടണമെന്നാണ്. അവിടെ ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ
ബിൽഡിംഗ് റൂൾസുകൾ നിങ്ങൾ പഠിച്ചു. അതിന് എത്ര പാർക്കിംഗ് പ്ലാൻ വേണമെന്നറിയണം, അതിന്റെ ഡ്രൈവ് വേ എത്ര വേണമെന്നറിയണം, ഓരോ ഹൈറ്റിനും വരുമ്പോഴും നമ്മൾ എന്തെല്ലാം എത്ര ടോയ്ലറ്റ് കൊടുക്കണമെന്ന് നമ്മൾ പഠിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടി പഠിച്ച് പ്രാക്ടീസ് ആകുക എന്നതായിരിക്കണം ഒരു ഓട്ടോകാഡ് പഠനം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ഓട്ടോകാഡ് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു പെർമിറ്റ് പ്ലാൻ ഡിസൈൻ ചെയ്യാനായിട്ട് പഠിക്കും. അപ്പൊ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് അങ്ങനെ ഒരു പെർമിറ്റ് പ്ലാൻ എങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് രാജധാനി കൺസ്ട്രക്ഷൻ ഞങ്ങളുടെ കമ്പനിയിൽ നിന്നും ഒരു പ്ലാൻ കറക്റ്റ് ചെയ്ത് തെറ്റായ വരാത്ത രീതിയിൽ ഒരു പ്ലാൻ വരയ്ക്കുന്നത് എങ്ങനെയാണ്, ഈ വക കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. നമുക്ക് ഇന്ന് ഈ ഒരു പ്ലാൻ വരച്ച് തന്നാൽ തന്നെ ഒരു സ്ക്വയർ ഫീറ്റിന് 10 രൂപ വെച്ചുണ്ട്. 10 രൂപ തൊട്ട് 50 രൂപ വരെ ഞങ്ങൾ ചാർജ് ചെയ്യാറുണ്ട്. ഇതൊരു 2000 സ്ക്വയർ ഫീറ്റിന്റെ പ്ലാൻ ആണെങ്കിൽ ഇത് 20,000 രൂപ മിനിമം നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇന്ന് ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ മതിയാവും. അപ്പൊ ഇത്രയും വലിയ ചാൻസ് നിങ്ങളുടെ മുമ്പിൽ കിടപ്പുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ്, നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നവരെ ഇങ്ങനെ വലിയ പ്ലാനുകളൊക്കെ വരച്ചു കൊടുത്ത് വലിയ സമ്പത്ത് നേടുന്നവരല്ല എന്നതാണ് ഈ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് വലിയ സമ്പത്തിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങൾ വളരെ ചെറിയ ശമ്പളത്തിൽ വർക്ക് ചെയ്യേണ്ടത് ഈ വക കാര്യങ്ങളിലെ നിങ്ങളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യും. അത് ഒഴിവാക്കാനാണ് ഞാനിപ്പോ ഈ ഒരു ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പെർമിറ്റ് പ്ലാൻ ഒക്കെ വരച്ച് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടാറ് ഒരു എസ്റ്റിമേഷനെ കുറിച്ചാണ്. നമ്മൾ കോളേജിലൊക്കെ എസ്റ്റിമേഷൻ എടുക്കാനായിട്ട് പഠിക്കുന്നുണ്ടെങ്കിലും നാട്ടിലെ റേറ്റ് ആണ് അറിയുന്നത്. ഇപ്പൊ ഒരു ബാങ്കിലേക്ക് നമുക്കൊരു എസ്റ്റിമേഷൻ എടുക്കണം. അങ്ങനെ എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ആ ബാങ്കിന് ഒരു റേറ്റ് ഉണ്ടാവും. ആ മാർക്കറ്റ് റേറ്റ് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ബാങ്കുകളെല്ലാം തന്നെ 80% ലോൺ പാസ്സാക്കാം. അപ്പൊ അതിനൊക്കെ കണക്കാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അവർക്ക് ഇത്ര ലക്ഷം രൂപ ആണ് ബാങ്കിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ അതിന് കണക്കാക്കിയിട്ട് നമുക്ക് എങ്ങനെ പ്ലാൻ കറക്റ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് വർക്കുകൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാം, ഈ വക കാര്യങ്ങളെ കുറിച്ച് ഞങ്ങളെപ്പോലുള്ളവർ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു എസ്റ്റിമേഷൻ എടുത്തു കൊടുക്കാൻ സാധിക്കും. കാരണം ഇതിന്റെ തിയറി മൊത്തം നിങ്ങൾ പഠിക്കുന്നുണ്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു എക്സൽ ഷീറ്റും അതിലെ മാർക്കറ്റ് റേറ്റും മറ്റ് ഡീറ്റെയിൽസും. അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ വക കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ കോളേജിലൊക്കെ അബ്സ്ട്രാക്ട് എന്നും അതുപോലുള്ള ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾക്ക് ഒറ്റ ഷീറ്റേ ഉള്ളൂ, ഇതുപോലെ ഒറ്റ ഷീറ്റാണ്. അതിൽ തന്നെയാണ് എല്ലാ ലെങ്തും ബ്രെഡ്ത്തും ഡെപ്തും എമൗണ്ടും റേറ്റ് അബ്സ്ട്രാക്റ്റും എല്ലാം ഒറ്റ ഷീറ്റ്. ഇതൊരു എക്സൽ ഷീറ്റ് ആക്കി വെച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ സെൻട്രൽ ലൈനും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ മാറ്റുമ്പോൾ ബാക്കി എക്സലിൽ ബാക്കി ജോലികളൊക്കെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ കോളേജിൽ ചെയ്യുന്ന 2-3 മണിക്കൂർ ചെയ്യുന്ന ജോലികളൊക്കെ അരമണിക്കൂറോ 1 മണിക്കൂറോ കൊണ്ട് ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആ മെത്തേഡുകളെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നതായിരിക്കും ഇതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഒരു എസ്റ്റിമേറ്റിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് വളരെ ഈസി ആയിട്ട് അത് കൊടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് ഓരോന്നിന്റെയും ക്വാളിറ്റി എങ്ങനെയൊക്കെയാണെന്നും എങ്ങനെയാണ് നമ്മളൊരു ഒരു പൈപ്പ് ഒരു ഫിറ്റിങ്സ് അതിന്റെ ക്വാളിറ്റി നമുക്ക് എങ്ങനെ അറിയാനായിട്ട് പറ്റും, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടു പഠിക്കുകയും അതിനെക്കുറിച്ച് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് ഒരു ക്ലയന്റ് വരുമ്പോഴത്തേക്ക് ഏത് പെയിന്റ് എടുക്കണം, ആ പെയിന്റിന് ഏത് ചെയ്താൽ എത്ര സർഫസ് ഏരിയ കിട്ടും, അതിന് ഏകദേശം എത്ര എമൗണ്ട് ആകും, അത് ആ ഓരോ വെള്ളത്തിൽ ചേർത്തിട്ടാണ് അടിക്കേണ്ടത്, അത് ഓയിൽ ബേസ്ഡ് ആണോ, അത് എക്സ്റ്റീരിയർ ആണോ ഇന്റീരിയർ ആണോ, ഇപ്പൊ എക്സ്റ്റീരിയർ പുട്ടിയും ഇന്റീരിയർ പുട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജനറൽ ആയിട്ട് പഠിച്ചിരിക്കും. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് എഞ്ചിനീയറിംഗിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കൂ. അപ്പൊ നമുക്ക് അതേപോലെ തന്നെ ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇതിൽ ഏത് തടി എടുക്കുന്നതാണ് നല്ലത്, നമ്മള് പ്ലാവാണോ തേക്കാണോ, അല്ലെങ്കിൽ കമ്പി എടുക്കുമ്പോൾ ഏത് കമ്പിയാണ് ഇപ്പൊ വൈശാഖാണോ ടാറ്റയാണോ നല്ലത്, ഇങ്ങനെ പല കാര്യം, അല്ലെങ്കിൽ രാംകോ സിമന്റ് ആണോ ശങ്കർ സിമന്റ് ആണോ നല്ലത്, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഇവർ നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പൊ അതിനൊക്കെ
നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മളൊരു വർക്ക് പൂർത്തിയായി കഴിയുമ്പോൾ അതിന് ഒരു ബില്ല് തയ്യാറാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, ആ ക്വാണ്ടിറ്റി അളന്നുകൊണ്ട് നമുക്കൊരു മെഷർമെന്റ് എടുത്ത് ഇത്ര രൂപയാണ് ഇതിനാകുന്നത് എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു ജോലിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിനെ നമുക്ക് ബില്ലിംഗ് എസ്റ്റിമേറ്റ് എന്ന് പറയാൻ പറ്റും. ഇതുപോലെ ഇപ്പൊ ഇവിടെ ഈ എത്ര കമ്പി ഉപയോഗിച്ചിരിക്കുന്നു, അതിനൊരു KGക്ക് ഇത്ര രൂപയെന്ന് അവരുടെ കൊട്ടേഷനിൽ കാണും. അത് വെച്ചുകൊണ്ട് നമുക്കൊരു ബില്ല് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ പഠിച്ചു. അതുപോലെ ഇനി അടുത്ത് നമുക്കൊരു കോൺക്രീറ്റ് വർക്ക് സൈറ്റിൽ നമ്മൾ പോകുന്നു. അവിടെ നമുക്കിത് എങ്ങനെയാണ് ഞങ്ങളെപ്പോലുള്ളൊരു സൂപ്പർവിഷൻ ചെയ്യുന്നത്? ആ ഒരു കോൺക്രീറ്റ് സൈറ്റിൽ എത്ര ലോഡ് മണ്ണ് വേണം, എത്ര ലോഡ് മെറ്റൽ വേണം എന്നൊക്കെ ആയിരിക്കും ക്ലയന്റ് ചോദിക്കുന്നത്. അത് കണക്ക് കോൺക്രീറ്റിന്റെ തലേ ദിവസമായിരിക്കും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന എത്ര പാക്കറ്റ് സിമെന്റ് ഉണ്ടെങ്കിൽ സാറേ ഈ കോൺക്രീറ്റ് കഴിയുമെന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പൊ ഈ അവസരത്തിലേക്കാ നമ്മളൊരു മേശിനെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാല് അവൻ പെട്ടെന്ന് തന്നെ അതിന് ആൻസർ പറയും. പക്ഷെ നമുക്ക് മെത്തേഡുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ടൈം എടുക്കും. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് ഞങ്ങളെ പോലുള്ള ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഇത് ചെയ്യാറുണ്ട്. ഞാൻ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് അത് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഞങ്ങളെപ്പോലുള്ളൊരു ഈ പറയുന്ന ഈ ഒരു കോൺക്രീറ്റിന് ഇത്ര മണ്ണ് വേണം, ഇത്ര മെറ്റൽ വേണം, ഇത്ര ലിറ്റർ വെള്ളം വേണം, ഇത്ര പാക്കറ്റ് സിമന്റ് ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ പറയാനായിട്ട് സാധിക്കും. ഈ വക കാര്യങ്ങളെ കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് 5 ദിവസം ചേർത്തുകൊണ്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ ഇന്ന് തൊട്ട് 5 ദിവസം, ബാക്കി 4 ദിവസം കൂടിയായിരിക്കും ഈ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന. എല്ലാ ദിവസവും 7 മണിക്ക്, കൃത്യം 7 മണിക്ക് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ശരി, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത പിന്നെ നിങ്ങൾ അറിയേണ്ടത് പല ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനെ കുറിച്ചിട്ടാണ്. അതായത് ഇപ്പൊ AIC ബ്ലോക്കാണ് ഈ കാണുന്നത്, വെയിറ്റ് കുറഞ്ഞ കട്ട. അപ്പൊ ഇന്ന് പുതിയ ഒരുപാട് മോഡേൺ ടെക്നോളജികൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഇവ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണവും ദോഷവും നമ്മൾ അറിഞ്ഞിരിക്കും. അതിനെക്കുറിച്ച് ഞങ്ങളെപ്പോലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും, നിങ്ങളുടെ അടുത്ത് നാളെ ഒരാൾ ചോദിക്കുകയാണ് AIC ബ്ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിയാൽ എന്തൊക്കെ ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ പറയാൻ സാധിക്കും. അതിനുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൂടിയായിരിക്കും ഈ ഒരു ക്ലാസ്. ഇതിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സിമന്റ് മണലിന് പകരം എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പോലുള്ള വർക്കുകൾ ചെയ്യുന്നത്? ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ AIC ബ്ലോക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്? അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കും. ഇങ്ങനെ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഈ വക കാര്യങ്ങളെല്ലാം കൂടിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് എത്താൻ പറ്റും. ഇനി നിങ്ങൾ നോക്കുക, വളരെ നിസ്സാരമായിട്ട് പറയട്ടെ, ഒരു പാറകെട്ട് വീട്ടിലെ നിങ്ങളുടെ അടുത്ത് പറയാണ്, മക്കളെ എന്റെ വീട്ടിൽ അവിടെ ഇതിന്റെ പാറ റബിൾ മാസറി നടക്കുകയാണ്, അതൊന്ന് വന്ന് നോക്കി തരൂ എന്ന് ചോദിച്ചാൽ നമ്മള് ആൾക്കാരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ കോളേജിലൊക്കെ ഈ പാറകെട്ട് അങ്ങോട്ട് പഠിക്കുകയാണ്. പാറ കെട്ടുന്നത് എങ്ങനെയാണെന്നും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ പറയാം. അപ്പൊ ഞാനും നിങ്ങളും ഒന്നും തന്നെ ഒരു കോളേജിലും പറയുന്നില്ല ഈ വർക്കേഴ്സ് എങ്ങനെയാണ് പാറ കെട്ടുന്നത്. ഞാനൊക്കെ ചിലപ്പോൾ ഇവർ പറയുന്നത് കുത്തി നിർത്തി പാറ കെട്ടുന്നുണ്ടോ അത് നോക്കണേ. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വാക്കേ കേട്ടിട്ടില്ല. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഈ പാറകെട്ട് സൂപ്പർവിഷൻ ചെയ്യും? അവിടെ ഒരു വർക്കേഴ്സ് ചെയ്യുന്ന ജോലികളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇവരെന്തിനാ ഇങ്ങനെ ഓരോ ലെയർ ഇങ്ങനെ ഇത്രയും ഫിനിഷ് ചെയ്ത് കെട്ടുന്നത്? ഒരു ലെയറിന്റെ മുകളിലാണല്ലോ അടുത്ത ലെയർ വരുന്നത്. അപ്പൊ പിന്നെന്താ ഓരോ ലെയറും ഫൗണ്ടേഷൻ കഴിയുമ്പോൾ ഉടനെ നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ട് അടുത്ത ലെയർ ഇങ്ങനെ കെട്ടും. ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കും, ആദ്യത്തെ ഫൗണ്ടേഷൻ തറമട്ടം കെട്ടിയിട്ട് അതിന്റെ മുകളിൽ നന്നായിട്ട് ലെവൽ ചെയ്തിട്ടാ അടുത്ത ലെവൽ. ഇതങ്ങ് വെറുതെ കെട്ടിപ്പോയാൽ പോരായിരുന്നു. ഇങ്ങനെയുള്ള പല സംശയങ്ങളും എൻ്റെ അടുത്തും ക്ലയന്റ് ചോദിച്ചിട്ടുണ്ട്, ഞാനും നിങ്ങളെ പഠിച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ. പിന്നീടാണ് എനിക്ക് ഈ വക കാര്യങ്ങളെ കുറിച്ച് മനസ്സിലായതും ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ സാധിച്ചു. അതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ 10 വർഷം ഞാൻ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, എന്നേക്കാൾ അറിവുള്ള, എന്നേക്കാൾ കഴിവുള്ള എത്രയോ പേരുണ്ട്, അവരാരെങ്കിലും ഒരാള് ഇതെനിക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു.
ആ ഒരു കാര്യം ഒഴിവാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോ ഈ ഒരു ഓൺലൈൻ ക്ലാസ്. എന്നെ സംബന്ധിച്ചോളം എന്റെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് രാജധാനി കൺസ്ട്രക്ഷൻ ആണ്. അവിടെ 10-25 സൈറ്റുകളിൽ വർക്ക് നടക്കുന്നുണ്ട്. അത് തന്നെയാണ് എന്റെ ധനസമ്പാദനം. അതോടൊപ്പമാണ് ഞാനൊരു 10 കുട്ടികളെ എടുത്ത് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട്. ആ സമയത്താണ് എൻ്റെ അടുത്ത് പല സ്ഥലത്തും ഇപ്പൊ കണ്ണൂരും കാസർഗോഡും ഉള്ള പല കുട്ടികളും എൻ്റെ അടുത്ത് വിളിച്ച് പറയാറുണ്ടായിരുന്നു, എനിക്ക് ഈ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അവിടെ വരാൻ സാധിക്കുന്നില്ല. സാറ് ഓൺലൈനിലൂടെ എങ്കിലും ഈ വക കാര്യങ്ങൾ പറഞ്ഞു തന്നെങ്കിൽ ഒരുപാട് സഹായമായിരിക്കും. അങ്ങനെ ഒരുപാട് കാലത്ത് കൊണ്ട് പറയുന്നത് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു പരീക്ഷണാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെപ്പോലെ ഒരുപാട് പേർക്ക് സിവിൽ എഞ്ചിനീയറിംഗ് സംബന്ധിച്ചുള്ള ഈ വക കാര്യങ്ങളെ കുറിച്ച് എന്റെ അറിവുകൾ തീർത്തും സൗജന്യമായിട്ട് ഷെയർ ചെയ്യുക എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് പ്രയോജനപ്പെടുന്നു ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തുടർന്ന് എന്നെ അറിയിക്കുക. വീണ്ടും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അല്ലാതെയും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് ഈ ക്ലാസ്സിന് കുറച്ചുകൂടി മാറ്റം വരുത്തുന്നതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ബില്ലിംഗ് വർക്കുകൾ, നമുക്കൊരു സൈറ്റ് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ നമുക്ക് തെറ്റുകൂടാതെ ഇതുപോലെയൊക്കെ മെഷർ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട ആ കോളഫുട്ടീസ് ഒക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ബില്ല് തയ്യാറാക്കി കൊടുക്കേണ്ടതാണ്. അതിന് എത്ര രൂപയാകും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യണം. ഇതുപോലുള്ള സ്റ്റെയർ കേസിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്, അവിടെ എങ്ങനെയാണ് ഞങ്ങളൊക്കെ ഇത് സെറ്റ് ചെയ്യാറ്, എങ്ങനെയാണ് ഒരു സ്റ്റെയർ കേസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, ഇതുപോലെ ഒരു കമ്പി കെട്ടിക്കഴിയുമ്പോൾ ഇവിടെ പോയിട്ട് ഈ സൈറ്റിൽ പോയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് സൂപ്പർവിഷൻ ചെയ്യുന്നത്, ഇവിടെ എന്തിനാണ് ഈ കമ്പി ഇങ്ങനെ ബെൻഡ് ചെയ്തത്, ഇങ്ങനെ കെട്ടാനായിട്ട് എത്ര കിലോ കമ്പി വേണമെന്ന് നമ്മുടെ അടുത്ത് ക്ലയന്റ് ചോദിക്കാറുണ്ട്. ഈ വക ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതെല്ലാം അത്ര വലിയ കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, ഒരു വലിയ അറിവൊന്നും ഇല്ലാത്ത ബംഗാളികളും അതുപോലുള്ളവരും ചെയ്യുന്ന വർക്കുകളാണ്. അപ്പൊ നമുക്ക് ഇതിലൊന്നും പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ. അപ്പൊ അതിനൊരു പ്രാക്ടീസ് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇപ്പൊ ഒരു ബ്രിക്ക് വർക്ക് കട്ട കിട്ടുന്നു, ആ സ്ഥലത്ത് എന്താണ് നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ബോർഡ്, ഫ്ലെമിഷ് ബോർഡ് എന്ന്. ഇതൊക്കെ സൈറ്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത്, ഇത് ചെയ്യാനായിട്ട് എത്ര മണൽ വേണം, എത്ര സിമന്റ് വേണം, എത്ര ജോലിയാകും, 25,000 കട്ട ഇറക്കണോ 30,000 കട്ട ഇറക്കണോ എന്നൊക്കെ ക്ലയന്റ് നമ്മുടെ ചോദിക്കാറ്. എങ്ങനെ ഒരു വർക്ക് നമുക്ക് നന്നായിട്ട് സൂപ്പർവിഷൻ ചെയ്യാൻ പറ്റും, ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. കഴിവതും നമുക്ക് ഇതെല്ലാം ഞാൻ ഈ സിലബസിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ അത് പഠിക്കാനായിട്ട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നമുക്കിത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നും, ഇതൊക്കെ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഇതിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തീർത്തും സൗജന്യമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇതിലൊക്കെ ആയിരിക്കണം നിങ്ങൾ പ്രാക്ടീസ് നേടുക. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് നേടിയാൽ നേരത്തെ ഞാൻ പറഞ്ഞത് കണക്ക് ഒരു ഇന്റേണിൽ നിന്നും നിങ്ങൾക്കൊരു സൈറ്റ് എഞ്ചിനീയറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും. ഇന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത്, പലരും പറയുന്നത്, പക്ഷേ സന്തോഷ് കുളങ്ങരെയാണ് പറഞ്ഞത്, ഇന്ത്യക്കാരെ പല രാജ്യങ്ങളിലും കൂലികളെന്നാണ് വിളിക്കുന്നത്. അതിനൊരു കാരണം, നമ്മള് പഠിച്ചു വീണ് ഇറങ്ങുന്ന കാലഘട്ടം തൊട്ടേ പറയുന്നത് എന്താ, മക്കളെ നിങ്ങൾ നന്നായിട്ട് പഠിക്ക്, നിനക്ക് നല്ല ജോലിക്കാരൻ. അതായത് ഒരു ജോലിക്കാരനിൽ നിന്നും അപ്പുറത്തേക്ക് നമുക്കൊരു പ്ലാന്റെ വർക്കോ എന്തെങ്കിലും വന്നാൽ സ്വന്തമായിട്ടൊരു വർക്ക് ചെയ്യുന്ന ഒരാളായി തീരാനല്ല നമ്മുടെ വിദ്യാഭ്യാസം എല്ലാം ചെയ്യും. ഒരാൾ പറയുന്നു നീ ഓട്ടോകാഡ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ പഠിക്കൂ, നിങ്ങൾക്ക് വലിയ ആൾക്കാരാണ്, വലിയ ആൾക്കാരെന്നല്ല വലിയ ജോലിക്കാരനാണ്, നിനക്കൊരു നല്ല ജോലി കിട്ടും. അടുത്തൊരാൾ പറയുന്നു നീ എസ്റ്റിമേറ്റ് പഠിക്കൂ, നിനക്ക് നല്ലൊരു ജോലി കിട്ടും. അടുത്തൊരാൾ പറയുന്നു ബാർ ബെൻഡിങ് ആണ് ഏറ്റവും നല്ലത്, നീ ബാർ ബെൻഡിങ് പഠിച്ചാൽ നിനക്ക് നല്ലൊരു ജോലിക്കാരൻ. അടുത്തൊരാൾ പറയും നിനക്ക് ഇതൊന്നും അല്ല, നീ സ്ട്രക്ചർ ഡ്രോയിങ് പഠിക്കണം, അത് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കരമായിട്ട് ജോലി കിട്ടും. അടുത്തൊരാൾ പറയുന്നത് എന്തായിരിക്കാം, ഇതൊന്നും അല്ല പറയുന്നത്, നീ സൈറ്റിൽ പോയി നിന്ന് വർക്ക് പഠിക്കണം, അങ്ങനെയാണെങ്കിൽ നിനക്ക് കിട്ടും. വേറെ ആൾ പറയുന്നത് നീ ഇതൊന്നും അല്ല വെയിൽ കൊള്ളരുത്, പകരം നീ ഓഫീസ് വർക്ക് പഠിക്കണം.
ഇങ്ങനെ ഓരോരോ തരങ്ങളായിട്ട് തിരിച്ച് തിരിച്ച് നിങ്ങളെല്ലാം ബ്രിട്ടീഷുകാരുടെ തന്ത്രം കണക്ക് നിങ്ങളെ ഇങ്ങനെ പല പല സ്പ്ലിറ്റ് ആക്കി നിർത്തും. അങ്ങനെ നിർത്തുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ നമ്മളെ പോലുള്ള കോൺട്രാക്ടേഴ്സിന് നിങ്ങളെ പോലുള്ള ജോലിക്കാരെ കിട്ടും. നിങ്ങളൊന്നും ഒരു കാലത്തും ഒരു വർക്കും സ്വന്തമായിട്ട് എടുത്ത് ചെയ്യും. അങ്ങനെ ചെയ്യരുത് എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നിങ്ങളെയൊക്കെ വെറും ജോലിക്കാരാക്കാനായിട്ട് ഓരോരോ കാര്യങ്ങൾ മാത്രം. നിങ്ങളൊരു ആലോചിക്കേണ്ടത്, പണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരു കല്യാണം നടക്കുമ്പോൾ എന്താണ്, പന്തലുകാരൻ വരും, ഭക്ഷണത്തിന് വേറൊരാള്, അത് കഴിഞ്ഞ് അടുത്ത് ക്യാമറയ്ക്ക് വേറൊരാള്, ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒറ്റ ഒരാളാണ് ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നത്. ആ ആളാണ് തീരുമാനിക്കുന്നത് അവിടെ ആര് പാചകം ചെയ്യണം, ആര് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യണം, ആര് പന്തല് കെട്ടണം. ഇതുപോലെയാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ആള് ഈ മൊത്തത്തിൽ അങ്ങ് ഏൽപ്പിക്കുകയാണ്. ആ ആള് അല്ലെങ്കിൽ എന്നെ പോലെ ഒരു എഞ്ചിനീയറാ തീരുമാനിക്കുന്നത് അവിടെ ആര് പാറ കെട്ടണം, ആര് പ്ലാൻ വരയ്ക്കണം, ആര് ബാർബെൻഡിങ് ഷെഡ്യൂൾ ഉണ്ടാക്കണം, ആര് എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം. അതിന്റെ അർത്ഥം ഞങ്ങളെപ്പോലെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഹൈ പെയ്ഡ് ഒരു എഞ്ചിനീയർ ആകണമെങ്കിൽ നിങ്ങൾ ഈ വക എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് പഠിച്ചു. അങ്ങനെ നിങ്ങൾ പഠിച്ചിരുന്നാൽ മാത്രമേ ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം അവന് കമ്പി കെട്ട് ശരിയാണോ എന്ന് നോക്കാനും അവനൊരു ബില്ല് തയ്യാറാക്കാനും അവന് ബാക്കി A to Z ചെയ്യുന്ന ഒരാളെയാണ് ഒരു ക്ലയന്റിന് ആവശ്യം. അങ്ങനെ ഒരു കാര്യത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുകയും ചെയ്താൽ ഒരു ഹൈ പെയ്ഡ് എഞ്ചിനീയറിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് ഈസി ആയിട്ട്. ഇവിടെ എല്ലാ ആൾക്കാരും മറക്കുന്നതും എന്നാൽ ഇന്ന് നമ്മളെ ആരെയും പഠിപ്പിക്കാത്തതും ഉള്ള ഒരേ ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഈ എഞ്ചിനീയറിംഗ് വെച്ച് എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുന്നത് മാത്രം പഠിപ്പിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ടൂറിന് പോകുന്ന സമയത്ത് ഇപ്പൊ വീട്ടുകാർ പറയാണ് മക്കളെ നല്ലൊരു ഹോട്ടൽ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളൊരു ഹോട്ടൽ കാണുമ്പോൾ പറയും ഇത് കൊള്ളാം, അവിടെ കയറാൻ തോന്നും. നിങ്ങൾ അവിടുത്തെ ആ ഹോട്ടൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, തൊട്ടപ്പുറത്തെ ഹോട്ടലിലായിരിക്കാം ചിലപ്പോൾ നല്ല ഭക്ഷണം, അവിടെ ആയിരിക്കാം വിലക്കുറവ്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഹോട്ടൽ സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ അട്രാക്ഷൻ. ആ ഹോട്ടൽ കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി, കയറി. അപ്പൊ ഇവിടെയും നിങ്ങൾക്ക് സ്വന്തമായിട്ട് വർക്ക് കിട്ടണമെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ജോലി ഞങ്ങളെ പോലുള്ളവർ തരണമെങ്കിലും അട്രാക്ഷൻ ഉണ്ടായി. എങ്ങനെയാണോ നിങ്ങൾ നല്ലൊരു ഹോട്ടൽ സെലക്ട് ചെയ്തത് എന്ന അതേപോലെ തന്നെയാണ് ഞങ്ങളെ പോലുള്ളവർ നിങ്ങളെയൊക്കെ ജോലിക്കെടുക്കുന്നതും. അതുപോലെ ഒരു ക്ലയന്റ് നിങ്ങൾക്ക് വർക്ക് തരണോ വേണ്ടേ എന്ന് നോക്കുന്നതും നിങ്ങളുടെ അട്രാക്ഷൻ വെച്ചിട്ട്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് രണ്ടാമതായിട്ട് വരുന്നത്. ഒരാള് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അയാൾക്ക് വേണ്ടത് എന്തെന്ന് അയാളെക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ അയാൾ നിങ്ങൾക്ക് വർക്ക് തരും. അത് എങ്ങനെയാണ് പറയേണ്ടത്, എന്ത് പറയുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്? അദ്ദേഹം പലപ്പോഴും പറയുന്നത് നമുക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് 2000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു പ്ലാൻ വരയ്ക്കണമെന്നാണ്. അതിൽ നിന്നും നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ സംശയങ്ങളെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കും. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളിലാണ് നമുക്ക് ട്രെയിനിങ് വേണ്ടത്. ഒന്ന്, നമുക്ക് അട്രാക്ഷൻ ഉണ്ടായി. രണ്ടാമതായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായി. ഈ രണ്ട് കാര്യങ്ങളിലും നിങ്ങൾ കറക്റ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്തൊരു കാര്യമായ വർക്ക് ചെയ്ത് സമ്പത്തിലേക്ക് എത്താനായിട്ട് സാധിക്കൂ, നല്ല നല്ല ജോലികൾ നേടാനായിട്ട് സാധിക്കും. ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് ശരിക്കും നമ്മൾ വർക്ക് പഠിക്കണം, സോഫ്റ്റ്വെയറുകൾ പഠിക്കണം, ഒരു ബിൽഡിങ്ങിന്റെ A to Z നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സൈറ്റിൽ ഞങ്ങളെപ്പോലുള്ളവർ എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നതെന്ന് പഠിക്കണം. ഈ വക കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് അതിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പഠിക്കണം. ഒരാൾക്ക് കണ്ടാൽ തോന്നണം നിങ്ങൾക്ക് വർക്ക് ഏൽപ്പിക്കാൻ പറ്റും, ഇവനൊരു എഞ്ചിനീയർ ആണെന്ന് അവർക്ക് തോന്നും. ഇവന്റെ സംസാരം കേൾക്കുമ്പോൾ അവന് വർക്ക് കൊടുത്താൽ കുഴപ്പമില്ല എന്ന് തോന്നും. ഈ വക കാര്യങ്ങളെ കുറിച്ചുകൂടെ നിങ്ങൾ പഠിക്കണം. ഇങ്ങനെ ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ ഒരു വർക്ക് എടുക്കുന്നതെന്ന് അതിനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഏതൊരാൾക്കും വർക്ക് നേടാവുന്നതാണ്, ചെയ്യാവുന്നതാണ്. ഇനി ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയാം. പലപ്പോഴും ജോലിക്കാരൻ എന്ന് പറയുന്നത് ടൈം ഉണ്ടാവും, 8 മണി തൊട്ട് 5 മണി വരെ. അവിടുന്ന്
ആ വർക്ക് ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും നന്നായിട്ടും ചെയ്യുന്നത് ആരാണ് എന്നതാണ് ഞങ്ങളൊക്കെ നോക്കുന്നത്. അതായത് ഞങ്ങളൊക്കെ പറയുന്നത് പ്രോഫിറ്റബിൾ എംപ്ലോയി എന്നാണ്. എന്താണ് പ്രോഫിറ്റബിൾ എംപ്ലോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെക്കാൾ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരാളാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായ ഞങ്ങൾ നിങ്ങളെ ചോദിക്കും. അപ്പോൾ ആ ഒരു നിലയിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒന്ന്, നിങ്ങൾ സോഫ്റ്റ്വെയറുകൾ പഠിക്കണം, വർക്കുകൾ പഠിക്കണം. അതിനുശേഷം നിങ്ങൾ അട്രാക്ഷൻ പഠിക്കണം. അതിനുശേഷം നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കണം. നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെടുത്താണ് സംസാരിക്കുക. അവർക്ക് നിങ്ങൾ എന്തിന്റെയെങ്കിലും റൂൾസ് ചോദിക്കുമ്പോൾ അതിന്റെ തുടക്കം പറയുമ്പോൾ നീ ഓക്കെ എന്ന് പറയും. എന്നാൽ നിങ്ങൾ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ നിങ്ങളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ, നിങ്ങളെക്കാൾ അറിവ് കുറഞ്ഞ ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആ അർത്ഥം മനസ്സിലാകുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കി. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളിലാണ് എവിടെയും നമുക്ക് ട്രെയിനിങ് കിട്ടുന്നത്. നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. ഈ സിവിൽ എഞ്ചിനീയറിംഗ് വെച്ച് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാമെന്ന്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലും ആയിരിക്കും എൻ്റെ ഈ ഒരു ട്രെയിനിങ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കും. ശരി, നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. നമുക്ക് ഇതുപോലുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സുകളൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഭാഗമായിട്ടുണ്ട്. ഞാൻ ഈ 10 ദിവസത്തെ ക്ലാസ്സുകളിൽ അതൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അടുത്തൊരു കാരണമാണ് വാസ്തു. ഞാനും ഒക്കെ പഠിച്ചിറങ്ങുന്ന സമയത്ത് വാസ്തുവിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ മോശപ്പെട്ട അഭിപ്രായമാണ് ഉണ്ടായിരുന്നു. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നും. പക്ഷേ ഞാനൊന്ന് എഞ്ചിനീയർ എന്ന് പറഞ്ഞപ്പോൾ 93 പഠിച്ചിറങ്ങുന്നത്. അന്നൊരു എഞ്ചിനീയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അപൂർവം ആൾക്കാരെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോ ഞാൻ വരയ്ക്കുന്ന പ്ലാനിന്റെ മുകളില് ചോപ്പ് പേരിട്ട് ഇത് തെറ്റാണ് എന്ന് വരച്ചു വെക്കുന്നു. അവന് വലിയ വിദ്യാഭ്യാസവും ഇല്ല, അവന് വലിയ അറിവും ഇല്ല. പക്ഷെ അവൻ പറയുന്നതേ ആൾക്കാർ കേൾക്കൂ. അതുകൊണ്ട് തന്നെ എന്റെ ഏറ്റവും വലിയ 93 എന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഈ വാസ്തുക്കാർ. അപ്പൊ അവിടെ എൻ്റെ അടുത്ത് വരുന്ന ക്ലയന്റിന്റെ അടുത്തൊക്കെ ഞാൻ പറയാൻ തുടങ്ങി, നിങ്ങൾ ഇതൊന്നും പഠിക്കണമെന്നില്ല, ഇതിനൊന്നും ആവശ്യമില്ല. ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാരാണ് ഞങ്ങൾ പറയുന്നതായിരിക്കാം നിങ്ങൾ കേൾക്കേണ്ടത്. ഒരു 50% ആൾക്കാർ പറഞ്ഞു അത് ശരിയാണ്, പെർഫെക്റ്റ് ആണ്, നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന്. പക്ഷെ ബാക്കി ഒരു 30% ആൾക്കാർ ഇതിൽ അന്ധമായിട്ട് വിശ്വസിക്കും. അപ്പൊ അവർക്ക് ഈ വാസ്തു ആണെങ്കിൽ നീ വരച്ചാൽ മതിയെന്ന്. അപ്പൊ ഞാൻ വരുമ്പോ നോക്കുമ്പോ എനിക്ക് 10 വർക്ക് വന്നാൽ അതിലെ 3 വർക്ക് വാസ്തു അറിഞ്ഞുകൂടാന്നുള്ള കാരണത്താൽ പോകും. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ അത്ര പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാ ഇതൊക്കെ കൈകാര്യം ചെയ്യും. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് എനിക്കിത് പഠിച്ചു? അങ്ങനെയാണ് ഞാനന്ന് കേരളത്തിലെ ഏറ്റവും പ്രബലനായ അന്ന് ഉണ്ടായിരുന്ന ചെറുവള്ളി നാരായണൻ നമ്പൂതിരി സാറാണ് എന്റെ ഗുരുനാഥൻ. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഈ വാസ്തു ഞാൻ പഠിച്ചു. അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കാനും കാരണമുണ്ടായിരുന്നു. അന്ന് വാസ്തുവിന് മനുഷ്യാലയന്ത്രിക എന്ന് പറഞ്ഞ ആ ഗ്രന്ഥത്തിനൊക്കെ വ്യാഖ്യാനങ്ങളൊക്കെ നടത്തുകയും ഒരുപാട് ബുക്കുകളൊക്കെ എഴുതിയൊക്കെ ചെയ്തിരുന്ന അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഈ വാസ്തുവിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് ശാസ്ത്രീയതയുണ്ട്. ഇനി 2, എന്റെ ക്ലയന്റിന് വേണ്ടതെന്തോ അത് ഞാൻ ചെയ്തു കൊടുക്കുമ്പോഴാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്, അവർക്ക് സന്തോഷമാകുന്നു. അപ്പൊ ഒരു ബിസിനസ്സിലെ സംബന്ധിച്ചിടത്തോളം എന്റെ ക്ലയന്റിന് എന്ത് വേണം എന്ന് ഞാൻ കൊടുക്കുന്നതാണ് അവിടുത്തെ കച്ചവടത്തിന്റെ ബിസിനസ് ലെവൽ. അല്ലാതെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാൻ കച്ചവടം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ബിസിനസ്സിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് വാസ്തു ഞാൻ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അതിനും ഞാൻ ഈ പറയുന്ന ഡേറ്റുകളിൽ ട്രെയിനിങ് ആയിട്ട് തരാം. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ വിശ്വാസവും ഇല്ലേ എന്നുള്ളതല്ല. നമ്മുടെ അടുത്ത് വരുന്ന ക്ലയന്റിന് വിശ്വാസം ഉള്ളത് കൊണ്ട് നമ്മൾ അത് ചെയ്തു കൊടുത്താൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് 30% വർക്ക് കൂടി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം. ഞാൻ ആദ്യമായിട്ട് ഇന്ന് ഒരു ട്രെയിനിങ് ആയിട്ട് തരാൻ പോകുന്നത് ഒരു സൈറ്റ് മെഷർമെന്റിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഞങ്ങൾ ഒരു സൈറ്റ് മെഷർമെന്റിന് പോകും. അപ്പൊ ഒരു സൈറ്റ് മെഷർമെന്റ് ചെയ്യാനായിട്ട് പോയാൽ ആ സൈറ്റിലെ ബൗണ്ടറി ഒക്കെ പോയി മൊത്തത്തിലൊന്ന് കണ്ടതിന് ശേഷം നമ്മളൊരു ഒരു റഫ് സ്കെച്ച് ആയിട്ട് വരയ്ക്കും. അപ്പൊ ഇവിടെ ഇതൊരു സൈറ്റാണ്. ഈ സൈറ്റിന്റെ മൊത്തത്തിൽ നമ്മൾ കണ്ടതിന് ശേഷം അതിനൊരു റഫ് സ്കെച്ച് വരയ്ക്കും.
അപ്പൊ ഇവിടെ സൈറ്റിൽ ചെല്ലുന്ന സമയത്ത് നമ്മളെയൊക്കെ കഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അവിടെ ഒരു ബൗണ്ടറി സ്റ്റോൺ ഉണ്ടായിരിക്കും. ഈ ബൗണ്ടറി സ്റ്റോൺ എങ്ങനെ അളക്കണം എന്ന്. അപ്പൊ ബൗണ്ടറി സ്റ്റോണിന്റെ എവിടെ വെച്ചായിരിക്കണം നമ്മൾ അളക്കേണ്ടത്? അപ്പൊ ഇവിടെ ബൗണ്ടറി സ്റ്റോൺ എന്ന് പറയുമ്പോൾ രണ്ട് പ്ലോട്ടുകളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ബൗണ്ടറി സ്റ്റോൺ ആണെങ്കിൽ, ഇപ്പൊ ഇതൊരു പ്ലോട്ട് നിങ്ങൾക്ക് കാണാം, ഇവിടെ അതായത് മണ്ണൊക്കെ ഇളക്കിയിട്ടിരിക്കുന്നു, മറ്റിടത്ത് കൃഷിയാണ്. അപ്പൊ ഇത് രണ്ട് പ്ലോട്ടാണെന്ന് പറഞ്ഞു. അതിന്റെ സെന്ററിൽ വെച്ചിട്ടായിരിക്കണം അളക്കേണ്ടത്. ഈ ബൗണ്ടറി സ്റ്റോണിന്റെ കറക്റ്റ് സെന്ററിലായിരിക്കണം നമ്മൾ അളക്കേണ്ടത്. അപ്പൊ നമ്മൾ ടേപ്പ് പിടിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് സെന്ററിൽ വെച്ച് നമ്മൾ അളക്കാനായിട്ട് നോക്കണം. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ കോഴ്സിന് രണ്ടാമത്തെ ഇതിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഞങ്ങളെ സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഇതിന് ട്രെയിനിങ് തരുന്നതാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ബൗണ്ടറി ഫിക്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ സൈറ്റിലേക്കൊക്കെ നമ്മൾ പോകുന്നു, അതിനുശേഷം ബൗണ്ടറി ഫിക്സ് ചെയ്യുന്നു, ബൗണ്ടറി സ്റ്റോണൊക്കെ നോക്കി ഇതിന്റെ സെന്റർ വെച്ചിട്ടാണ് അളക്കേണ്ടതെന്ന് തീരുമാനിച്ചു. അതിനുശേഷം നമ്മൾ ടേപ്പ് എടുക്കുന്നു. ടേപ്പ് എടുക്കുമ്പോൾ നമുക്ക് നോക്കാം, ഇപ്പൊ ഇവിടെ ഞാനൊരു ടേപ്പ് വെച്ചിട്ടുണ്ട്. ഈ ടേപ്പിലെ 0 എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും പറയും, ചിലർ പറയും ഇവിടെയാണെന്ന് പറയും, ചിലർ പറയും ഇതിന്റെ ഈ എൻഡ് ആണെന്ന്. അപ്പൊ ഇവിടെ ഈ എൻഡ് തന്നെയാണ് 0 എന്ന് നമുക്കറിയാം. പക്ഷെ ഞാനൊക്കെ പഠിച്ചിറങ്ങിയ സമയത്ത് നമുക്കൊക്കെ പറ്റിയൊരു അബദ്ധമായിരുന്നു. ഞാനൊരു ബിൽഡിങ്ങിന്റെ അളവ് എടുക്കാനായിട്ട്, അപ്പൊ സ്ക്വയർ ഫീറ്റ് എത്ര റേറ്റിനായിരുന്നു വർക്ക് കൊടുത്തത്. അപ്പൊ ഞാൻ ഇതുപോലെ ടേപ്പിന്റെ അവിടെ നിന്ന് കോൺട്രാക്ടറിൽ നിന്ന് ഒരു ടേപ്പ് വാങ്ങിയിട്ട് ഇതെടുത്തു. ഞാൻ ഇവിടെ 0 വെച്ചിട്ട് മൊത്തം ബിൽഡിംഗ് ഒക്കെ അളന്നു. അളന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ നോക്കുമ്പോൾ പ്ലാനിലുള്ളതിനേക്കാളും എല്ലാ അളവിലും ഒരു കുറച്ച് അളവ് വ്യത്യാസം. മൊത്തം ഏരിയ നോക്കിയപ്പോ ഒരു 30 സ്ക്വയർ ഫീറ്റ് കൂടുതലാണ്. ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 2000 രൂപയുടെ ഒരു സ്ക്വയർ ഫീറ്റിന് ഏതാണ്ട് 60,000 രൂപയുടെ വ്യത്യാസം വരുന്നു. ഇപ്പൊ എവിടെയാണ് തെറ്റിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞങ്ങൾ ഇത് കോളേജിലൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ഈ ടേപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ ഓഫീസിൽ പോയിട്ട് ടേപ്പ് എടുത്തിട്ട് വന്നു ഒന്നും കൂടെ അളന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എല്ലാ സ്ഥലത്തും 2.5 സെന്റി കുറവ് വന്നിരിക്കും. എന്ന് വെച്ചാൽ അയാള് ഈ ടേപ്പ് എടുത്തിട്ട് ഇതിന്റെ ഈ കറുപ്പ് ഇങ്ങനെ ഊരിയതിനു ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചു. അപ്പോ മൊത്തത്തില് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. അപ്പൊ ഇവിടെ ഞാൻ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള എഞ്ചിനീയേഴ്സ് ധരിക്കുന്നത് ഇതാണ് 0 എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൊത്തത്തില് ഈ അളവ് ഇങ്ങനെ മാറിയപ്പോ ഏതാണ്ട് ഇത്രയും സ്ക്വയർ ഫീറ്റിന്റെ വ്യത്യാസം. ഇത് നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിനുശേഷം ഞാൻ ചെയ്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഏത് സൈറ്റിൽ പോയാലും ഒന്നുകിൽ ഞാൻ ടേപ്പ് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് ഇങ്ങനെ 20 എടുക്കും. ഈ 20 എടുത്തിട്ട് ഇങ്ങനെ 40ലേക്ക് വെക്കും. എന്നിട്ട് ഈ എൻഡിൽ കൊണ്ടുവന്നിട്ട് 40 ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യും. 40-ലാണെങ്കിൽ എനിക്കറിയാം ഇവിടെ എവിടെയും കട്ട് ചെയ്തിട്ടില്ല. കാരണം ഇവിടെ എവിടെയും 0 മാർക്ക് ചെയ്തിട്ടില്ല. 0 ഉണ്ടായിരുന്നെങ്കിൽ അറിയാമായിരുന്നു നമുക്ക് ഇതാണ് 0. അപ്പൊ നിങ്ങൾക്ക് ഇത് 10ൽ മടക്കിയാലും കിട്ടും. അപ്പൊ ഇങ്ങനെ നിങ്ങളൊരു 0 ചെക്ക് ചെയ്യാതെ നിങ്ങളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യരുത് എന്നുള്ളതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന മെത്തേഡ്. അല്ലെങ്കിൽ ഞാൻ ഒരു തെറ്റ് കൂടാതെ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെത്തേഡ്. സൗണ്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സൗണ്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ശരി. കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ ഓക്കെ, മ്യൂട്ട് ആക്കിക്കോളൂ. ഓക്കെ, അപ്പോ ഇതുപോലെ 40ലേക്ക് മടക്കുക. അപ്പൊ ഇവിടെ 40 കിട്ടുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഇത് നിങ്ങൾക്ക് 25ൽ മടക്കിയാൽ 50 ആയിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചെയ്യാം. എന്തായാലും നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഒരു ടേപ്പ് കൊണ്ടായിരിക്കണം സൈറ്റിൽ പോകേണ്ടത്, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് 0 ചെക്ക് ചെയ്യാതെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. പലപ്പോഴും കോൺട്രാക്ടേഴ്സ് നമുക്കിട്ട് ഇതുപോലെ പണികൾ തരാം. അടുത്ത് നമ്മൾ മൂവ് ചെയ്യുന്നു. അതിനുശേഷം
ടേപ്പൊക്കെ വെച്ച് നമുക്ക് മെഷർമെന്റ് എടുക്കാം. മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് ഇതിന്റെ സെന്ററിലായിരിക്കണം നമ്മൾ പിടിക്കേണ്ടത്. കറക്റ്റ് സെന്ററിൽ പിടിച്ചിട്ടായിരിക്കണം മെഷർമെന്റ് എടുക്കേണ്ടത്. അടുത്ത് നമ്മുടെ കേരള ബിൽഡിംഗ് റൂളിന് ഒരു പ്രശ്നമുണ്ട്. അതായത് അവർ പറയുന്നത് നമുക്ക് തൊട്ടടുത്ത പ്ലോട്ടിലൊക്കെ കിണറുണ്ടെങ്കിൽ ആ കിണറ്റിൽ നിന്നും 7 മീറ്റർ മാറി മാത്രമേ സെപ്റ്റിക് ടാങ്കോ സോപ്പിറ്റോ ഉണ്ടെങ്കിൽ എടുക്കാവൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലോട്ടിൽ നിന്നും അടുത്ത പ്ലോട്ടിലേക്കോ നമ്മുടെ പ്ലോട്ടിലേക്കോ ഉള്ള ഡിസ്റ്റൻസ് നിങ്ങൾ കൃത്യമായിട്ട് മെഷർ ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഒരു സൈറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ സൈറ്റ് മൊത്തം കാണണം. എന്നിട്ട് നിങ്ങളൊരു റഫ് സ്കെച്ച് ഉണ്ടാക്കണം. അതിനുശേഷം നിങ്ങൾ ടേപ്പ് എടുത്തിട്ട് സീറോ ചെക്ക് ചെയ്യണം. സീറോ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ മെഷർമെന്റ് ആരംഭിക്കാം. അതിൽ ഒരു മെഷർമെന്റ് ആദ്യം എടുക്കേണ്ടത് സെപ്റ്റിക് ടാങ്കോ സോപ്പിറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത പേരിടത്തിൽ കിണറോ അല്ലെങ്കിൽ നമ്മുടെ പ്ലോട്ടിൽ കിണറുണ്ടെങ്കിലും നമ്മൾ കൃത്യമായിട്ട് അതിന്റെ പൊസിഷൻ മാർക്ക് ചെയ്തിരിക്കണം എന്നതാണ് ആദ്യത്തെ കാര്യം. അടുത്തതായിട്ട് നമുക്ക് ഇതുപോലൊരു ചരിഞ്ഞ പ്ലോട്ടൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും മെഷർ ചെയ്യുക? ഒരു ചരിഞ്ഞ പ്ലോട്ട് വരുമ്പോൾ നമുക്ക് ശരിക്ക് ഇങ്ങനെ അളക്കാം, അതുപോലെ ഈ രീതിയിലും ചെയ്യാം. ശരിക്കും നിങ്ങൾക്കും അറിയാം ഇതാണ് ശരിയെന്നുള്ളത്, നിങ്ങൾക്കും അറിയാം. പക്ഷേ ഇവിടെ ഞാനിതുപോലെ ടോപ്പ് ഇങ്ങനെ അളക്കാനായിട്ട് ശ്രമിച്ചു. ശ്രമിച്ചപ്പോ വന്നത് അതിൻ്റെ അടുത്ത് ക്ലയന്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നീ എന്തിനാ വന്നിരിക്കുന്നത്? അന്ന് ഈ സാറൊന്നും വിളിയില്ല. എന്തിനാ വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞു പ്ലോട്ട് അളക്കാൻ. അതിന് നീ എന്തിനാ ഇങ്ങനെ ഈ ആകാശം അളക്കുന്നേ? ശരിക്കും അയാൾ നോക്കുമ്പോ അങ്ങനെയല്ല, ഞാൻ വായു അളക്കുന്നത്. അയാൾ വായു അളക്കുന്നത് എന്തിനാന്ന് അതിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഇയാളെ നേരത്തെ പ്ലോട്ട് അളന്ന് വാങ്ങിയ ആരോ എന്ത് ചെയ്തു? ഇയാളെ വസ്തു അളന്ന് കൊടുത്തത് ഈ രീതിയിലായിരുന്നു. പ്ലോട്ട് അളന്ന് കൊടുത്തിട്ടാ അയാളെ ക്യാഷ് ചോദിച്ചു. അപ്പൊ ഞാൻ വന്നിട്ട് അയാൾക്ക് വായു അളക്കാനാണ് തോന്നിയത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുമെങ്കിലും നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയാണ്, കോളേജിലൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇവിടെ അതുകൊണ്ട് തന്നെ ആ സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ ക്ലയന്റിനൊന്നും ആ ഒരു കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അവർ നിങ്ങളെ ഈ പണിക്ക് വിളിക്കുന്നത്. അപ്പൊ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ പറയാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഇവിടെ ആൻസർ പറയേണ്ടത്? എന്തായാലും നമുക്കറിയാം ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കണം അളക്കേണ്ടതെന്ന് നമുക്കറിയാം. അപ്പൊ അതിന് അന്ന് ഞാൻ പറഞ്ഞൊരു ഉദാഹരണം ഇതായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ ഒരു റീറ്റെയിനിങ് വാൾ കെട്ടുന്നെന്ന് വിചാരിച്ചു. ഒരു 3 മീറ്ററിന്റെ റീറ്റെയിനിങ് വാൾ ഇങ്ങനെ ഞാൻ കെട്ടും. ഈ നീളം 5 മീറ്ററും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു റീറ്റെയിനിങ് വാളൊക്കെ കെട്ടി മണ്ണും ഇട്ട് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇത് 3 മീറ്ററും ഇത് 5 മീറ്ററും ആണെങ്കിൽ നമ്മളെ പൈതഗോറസ് തിയറം പ്രകാരം ഇത് പിന്നീട് 4 മീറ്ററേ കാണത്തുള്ളൂ. അതായത് നിങ്ങളുടെ പ്ലോട്ടിൽ ഞാൻ 50 മീറ്റർ നീളം അളന്നുകൊണ്ട് പോയി റീറ്റെയിനിങ് വാളൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ വന്ന് മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ട് വന്ന് ബിൽഡിംഗ് കെട്ടാൻ നേരത്ത് നോക്കുമ്പോൾ ഞാൻ സൈഡ് യാർഡും ബാക്ക് യാർഡും ഒക്കെ കൊടുത്തിരുന്ന അത്രയും കൊടുക്കാൻ പറ്റണമെന്നില്ല. അവിടെ ഏരിയ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്കവിടെ ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് വിഷയം. അപ്പൊ ഇത് നമുക്ക് എത്രത്തോളം ഭംഗിയായിട്ട് ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ? അവിടെയാണ് ക്ലയന്റിന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അയാള് നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും വേണ്ട. അങ്ങനെ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇതൊക്കെ ലെവൽ ചെയ്യാനൊക്കെ തിയോളൈറ്റും ഡംബി ലെവലും ഒക്കെ വെച്ചാണ് ചെയ്തതെങ്കിലും സൈറ്റിൽ ഇതൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ ടേപ്പ് പിടിച്ചു വെക്കുകയും ഇവിടെ നിന്നൊരു ചെറിയ കല്ലെടുത്തിട്ട് ഇതൊന്ന് നേരെ ഇതിന്റെ സെന്ററിലേക്ക് വീഴത്തക്ക രീതിയിൽ ഇട്ട് നോക്കും. അപ്പൊ അതാണ് നമ്മുടെ ബൗണ്ടറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും.
ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ചെറിയ പ്ലോട്ടുകളൊക്കെ അളന്നു കൊടുത്തുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എന്നാലും ഞാൻ ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിൽ ഞാൻ ഇത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എൻ്റെ ഈ ഒരു കോഴ്സ് കഴിയുന്ന ഒരാൾക്ക് ഒരു വസ്തു അളക്കണം, അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് മക്കളെ ഒരു 5 സെന്റ് വസ്തു അളന്ന് തരൂ, എനിക്കൊരു സ്കെച്ച്, എനിക്കൊരു വസ്തു വിൽക്കാനാണെന്ന് പറയുമ്പോൾ ആ പ്ലോട്ട് അളന്ന് അതിൻ്റെ ഒരു സർവേ സ്കെച്ച് തയ്യാറാക്കി കൊടുക്കത്തക്ക ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ഞാൻ തീർച്ചയായും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊക്കെ പലർക്കും തോന്നും ഇതിനിടയിൽ എവിടെയൊക്കെയോ ഫീസ് മേടിക്കും എന്നുള്ളതാണ്. 1 രൂപ പോലും നിങ്ങളിത് വാങ്ങത്തില്ല. ഈ ട്രെയിനിങ് നിങ്ങൾക്ക് തീർത്തും സൗജന്യമായിട്ട് തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇത് ഒരു പ്ലോട്ട് മെഷർ ചെയ്യണം, കറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു കിണറൊക്കെ ഉണ്ടെങ്കിൽ ആ കിണറിന്റെ പൊസിഷനൊക്കെ നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് നമുക്ക് കറക്റ്റ് ആക്കണം. അതിനുശേഷം പിന്നീട് നമ്മൾ കോമ്പസിലേക്ക് പോകും. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോമ്പസിന് ലോക്കൽ അട്രാക്ഷൻ ഉണ്ടെന്ന്. അപ്പൊ ഈ ലോക്കൽ അട്രാക്ഷൻ ഉള്ള ഈ ഒരു കോമ്പസ് സൈറ്റിൽ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്? ഒറ്റ കേസേ ഉള്ളൂ, ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു കോമ്പൗണ്ട് വാളോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് 2-3 പ്രാവശ്യം 3 പ്രാവശ്യമെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് നമ്മൾ റീഡിങ് എടുക്കുക. അങ്ങനെ റീഡിങ് എടുക്കുന്ന സമയത്ത് ഒരേ ലൈനിൽ ഈ 3 സ്ഥലത്തും ഒന്നാണെങ്കിൽ നമുക്ക് അവിടെ പറയാം ലോക്കൽ അട്രാക്ഷൻ ഇല്ല എന്ന്. അതല്ല, അവിടെ എവിടെയെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നു പോയാൽ നമുക്കത് വീണ്ടും ട്രൈ ചെയ്യുക. അങ്ങനെ ഒരു ട്രയൽ ആൻഡ് മെത്തേഡിലൂടെ നമ്മളൊരു ലോക്കൽ അട്രാക്ഷനെ ഇല്ലാതാക്കണം. അതുപോലെ തന്നെ നമുക്കൊരു ഇലക്ട്രിക് പോസ്റ്റിന്റെ നമ്പർ നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു സ്കെച്ച് നമ്മൾ തയ്യാറാക്കുന്നു, ഒരു സൈറ്റ് പ്ലാൻ സ്കെച്ച് തയ്യാറാക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, 1 സെപ്റ്റിക് ടാങ്ക് സോക്കറ്റിന്റെ പൊസിഷനുകൾ, 2 നമുക്ക് 4 സൈഡിലുള്ള പ്രോപ്പർട്ടിയിലെ ഓണറുടെ പേരുകൾ. അപ്പൊ ഇവിടെ ഒരു ഓണറുടെ പേര്, അടുത്തത് ഈ പറയുന്ന ഓണേഴ്സിന്റെ പേര്, ഈ സെപ്റ്റിക് ടാങ്കും സോപ്പിന്റെ 7.5 മീറ്റർ ചുറ്റളവിനകത്ത് കിണറോ മറ്റു കാര്യങ്ങളോ വരാൻ പാടില്ല എന്ന ഒരു റൂൾ. അപ്പൊ ഈ വക കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ദിവസം നന്നായിട്ട് പഠിക്കാം. ഞാനിന്നിപ്പോ തീർത്തും ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോ ഇവിടെ പ്രതിപാദിച്ചത്. അതില് കുറെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു എഞ്ചിനീയർ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതെന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. അടുത്ത ദിവസം നമുക്ക് ഒന്നുകൂടി ഒരു സൈറ്റ് മെഷർമെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും, കോമ്പൗണ്ട് വാൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നും, ആ കോമ്പൗണ്ട് വാളിൽ എവിടെ വെച്ചിട്ടാണ് നമ്മൾ അളക്കേണ്ടത്, ഒരു ലൊക്കേഷൻ പ്ലാൻ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതെന്നും. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഓഫീസിൽ തന്നെ ഒരു സ്റ്റാഫ് ഉണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു സൈറ്റ് പോയി മെഷർ ചെയ്ത് കേരള ബിൽഡിംഗ് റൂൾ അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയാണ്. അപ്പൊ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കളക്ട് ചെയ്യേണ്ടതെന്നും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് നാളെ നന്നായിട്ട് പഠിക്കാം. അതില് തന്നെ ഒരു സൈറ്റ് മെഷർമെന്റ് വരുമ്പോൾ ഞങ്ങൾ ചെറിയ പ്ലോട്ടാണെങ്കിൽ 500 രൂപയും വലിയ പ്ലോട്ടാണെങ്കിൽ 1000 രൂപയും കൊടുക്കുന്നുണ്ട്. ഒരാൾ അതിന് തന്നെ ഉണ്ടാവും, ചിലപ്പോൾ 2, 3, 4 ഒക്കെ പ്ലോട്ടുകൾ ഒരു ദിവസം അളക്കാറുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇതിൽ ഉറപ്പ് വരുന്നു, എൻ്റെ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സും അതുപോലെ എൻ്റെ ഈ പറയുന്ന 10 ദിവസത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സും കഴിയുമ്പോൾ ഈ ഒരു ജോലി നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഞാൻ ട്രെയിനിങ് തരുന്നുണ്ടാവും. ആ ഒരു ട്രെയിനിങ് കഴിയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഞങ്ങളെ പോലുള്ള ഒരാൾ പറയുകയാണ് ഒരു പ്ലോട്ട് മെഷർ ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ രീതിയിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കും. എന്തായാലും ഞാൻ ഇത്രയും നേരം നിങ്ങൾ എൻ്റെ ക്ലാസ് ഒക്കെ വളരെ ശ്രദ്ധയോട് കേട്ടുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് ഇനി ഒരു 5 മിനിറ്റ് ടൈമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാം. ഈ ക്ലാസ്സിനെ കുറിച്ചും ഞാൻ ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആരെങ്കിലും 1-2 പേര് അഭിപ്രായങ്ങൾ പറയും. നിങ്ങൾക്ക് അഭിപ്രായം പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊന്ന് പറഞ്ഞോളാം. കാര്യം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണല്ലോ ഇനിയും തുടരേണ്ടത്. നിങ്ങൾക്കത് ഉപയോഗപ്പെട്ടു എങ്കിൽ നിങ്ങൾക്കത് ഉപയോഗപ്പെട്ടെന്ന് പറയാം. ഇനി ഞാൻ ഇതിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് തീർത്തും സൗജന്യമാണ് എന്നത് വെച്ചുകൊണ്ട് ഇതിന്റെ ഒരു ക്വാളിറ്റി ഞാൻ കുറയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എന്താണോ പെയ്ഡ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ തരാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ പറയാം. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയാം, ഇല്ല എങ്കിൽ അതിനുള്ള കമന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം. ഓക്കെ സാർ, ഇത്ര നേരം പറഞ്ഞിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അടുത്ത ആള്. സാർ, ഹലോ, പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാറ് ക്ലാസ് ഒക്കെ നല്ല ഉഷാറാണ്. ഈ പ്രാക്ടിക്കൽ ക്ലാസ് എവിടുന്നാ ഉണ്ടാവില്ലേ?
ക്വസ്റ്റ്യൻ വ്യക്തമായില്ല. പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ ഈ കോഴ്സ് കഴിഞ്ഞിട്ട്? അതെ അതെ, അത് എവിടെ വെച്ചാ ഉണ്ടാവില്ലേ? അത് ഇപ്പോഴ് ട്രിവാൻഡ്രത്ത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ലെവലിൽ ഞാൻ ഇപ്പോഴും ഓഫർ തരുന്നത് ട്രിവാൻഡ്രത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ നോക്കാം. ഞാൻ ഈ ക്ലാസ് വീണ്ടും കണ്ടിന്യൂ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരുപാട് കുട്ടികൾ വീണ്ടും വേറെയുള്ള ഡിസ്ട്രിക്റ്റിലൊക്കെ ആണെങ്കിൽ എനിക്ക് എറണാകുളത്തോ കോഴിക്കോടോ ഒക്കെ ഇതൊന്ന് സംഘടിപ്പിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അത് ഇപ്പോഴും ഞാൻ എന്തായാലും ഈ തരുന്ന വാഗ്ദാനത്തിൽ അത് ഉണ്ടാകില്ല. ഇവിടെ ഈ ഒരു സെലക്ഷനിൽ 10 ഈ പറയുന്ന ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് മാത്രമേ ഉണ്ടാകൂ. ബാക്കി നിങ്ങളുടെ എങ്ങനെയാണ് ഈ ക്ലാസ്സിൽ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഇപ്പൊ സ്ഥലം എവിടെയാ? കോഴിക്കോട്. കോഴിക്കോടാണെങ്കിൽ ഞാനും അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്. ഓക്കെ, അതായത് ഞാൻ വാഗ്ദാനം തന്നാൽ അത് പാലിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നത്, ഞാനിപ്പോ ഈ ഒരു ക്ലാസ്സിൽ ഇപ്പൊ പങ്കെടുക്കുന്നവർക്ക് അവിടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അടുത്ത് വീണ്ടും ഞാനിത് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് കോഴിക്കോട് ഉള്ളവരൊക്കെ കൂടുതൽ പേര് വരികയാണെങ്കിൽ നമുക്ക് കോഴിക്കോട് വെച്ചിട്ട് ചെയ്യാവുന്നു. അപ്പോഴും ഞാൻ വീണ്ടും പറയുന്നത് അതെല്ലാം സൗജന്യമായിരിക്കും. അവിടെ നിന്നും നിങ്ങൾ പക്ഷെ കൃത്യമായിട്ട് വരിക, കൃത്യമായിട്ട് ഇതൊക്കെ പഠിക്കുക, കൃത്യസമയത്ത് എത്തുക. ഇന്നിപ്പോ ഞാൻ 5 മിനിറ്റ് താമസിച്ചിട്ടാണ് ക്ലാസ് തുടങ്ങിയത്. കാര്യം അടുത്ത ദിവസം തൊട്ട് അങ്ങനെ ഉണ്ടാകില്ല. 7 മണി എന്ന് വെച്ചാൽ ഞാൻ കൃത്യം 7 മണിക്ക് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതിലൊക്കെ പങ്കെടുക്കുക. അതിനുശേഷം ഇതിലൊരു ചെറിയ ടെസ്റ്റ് ഉണ്ടാവും. അതിൽ പൂർണ്ണമായിട്ട് മാർക്ക് വാങ്ങുക. അതിന്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഞാൻ വെച്ചിരിക്കും. അതിനുശേഷം കോഴിക്കോട് തുടങ്ങുന്ന സമയത്ത് ഞാൻ അറിയിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, വെൽക്കം. വേറെ ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? സാർ കേൾക്കുമോ സാർ? പറഞ്ഞോളൂ കേൾക്കുന്നു. സാർ ക്ലാസ് നന്നായിരുന്നു സാർ. നമ്മൾ പഠിക്കുമ്പോഴും പുറത്ത് ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കോളേജിൽ നിന്ന് കിട്ടാറില്ല. അപ്പോൾ പുറത്ത് നമുക്ക് ധൈര്യമായിട്ട് പറയാന്നുള്ള അല്ലെങ്കിൽ പുറത്ത് കാണിക്കാന്നുള്ള കാര്യങ്ങൾ ഒരു വിധപ്പെട്ട മാക്സിമം ഉള്ള കാര്യങ്ങൾ സാർ ഉൾപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി തരുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും മാക്സിമം ഞാൻ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഞാൻ ഒരു ജോലിക്കാരൻ ആകാനല്ല നമ്മളൊക്കെ ജനിച്ചിരിക്കുന്നത്. എനിക്ക് സന്തോഷ് കുളങ്ങരയുടെ വാക്കാണ് ഏറ്റവും ഇതായിട്ട് തോന്നിയത്. ബ്രിട്ടീഷുകാര് നമ്മുടെ സിലബസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാല് അവർക്ക് കുറെ അടിമകളായിരുന്നു വേണ്ടിയത്. അതായത് കുറെ ജോലിക്കാരെ വേണം. അപ്പൊ ആ ജോലിക്കാരെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സിലബസുകളും കാര്യങ്ങളും എല്ലാം ആ രീതിയിലേക്കായി. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചിറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഇപ്പോൾ ഒരു അംഗൻവാടിയിലേക്ക്, ഇതൊരു പൊതുവേദി പറഞ്ഞുകൂടാത്തതാണ് എങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോകുന്നതാണ്. നമ്മളൊരു അംഗൻവാടിയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ആരാ? ഒരു ജോലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് ഒരു സർക്കാർ ജോലി കിട്ടിയാൽ എല്ലാമായി എന്നുള്ളതാണ്. അവിടെ നിന്ന് നിങ്ങൾ അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ പോകുന്നു. അവിടെ ചെല്ലുമ്പോഴും അവരും പറയുന്നത് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു ജോലി നേടുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ മിക്കവാറും അൺഎയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ആയിരിക്കും പോയിട്ടുള്ളത്. അവിടെ പഠിപ്പിക്കുന്നവരും ഇതേ കാഴ്ചപ്പാടാണ്, ജോലി. അതിനേക്കാൾ അപ്പുറമായിട്ട് ഞങ്ങളെപ്പോലെ ജോലി കൊടുക്കുന്നവർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ജോലി കൊടുക്കുന്നതിന്റെ അപ്പുറത്തൊരു ലോകമുണ്ട് എന്ന് നിങ്ങളെ ആരും പഠിപ്പിക്കാത്തതിന്റെ പോലെ. അപ്പൊ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക എന്നതാണ് ഞാൻ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചു പേർക്കെങ്കിലും ഈ ഒരു കാര്യം മനസ്സിലാകണം. നിങ്ങൾ വെറും ജോലിക്കാരാകാനല്ല ജനിച്ചിരിക്കുന്നത്. ജോലിയോടൊപ്പം നമുക്കൊരു സിവിൽ എഞ്ചിനീയർ ആയ നമുക്ക് നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരാൾക്ക് ഒരു പ്ലാൻ വരച്ചു കൊടുക്കാൻ പറ്റണം, ഒരു 3D വരച്ചു കൊടുക്കാൻ പറ്റണം. അങ്ങനെയുള്ള ലെവലിലേക്ക് നിങ്ങൾ ഉയരണം. അപ്പൊ അതിന് ഞാൻ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് തീർത്തും സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും ആ ഒരു കാര്യത്തിൽ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഇത് നിങ്ങൾ ഏറ്റെടുക്കുക. പിന്നെ പലപ്പോഴും ഞാൻ എപ്പോഴും ക്ലാസ്സിലൊക്കെ പറയാറുള്ളതുണ്ട്, ഞാനൊരു ട്രെയിനറോ അല്ലെങ്കിൽ ഞാനൊരു ഫാക്കൽറ്റിയോ അല്ല. ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്, ഒരു കോൺട്രാക്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഭാഷയും എന്റെ ശൈലിയും എന്റെ രീതിയും ഒക്കെ ആ രീതിയിലായിരിക്കും. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്നോടൊപ്പം നിൽക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ആര് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു അവനും എന്നെ പോലെ തന്നെ ഒരു എഞ്ചിനീയർ ആകാനായിട്ട് സാധിക്കും. അതിലേക്ക് ഞാൻ ഈ ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നു. അതിലേക്ക് നിങ്ങളൊക്കെ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ അതിലെ കാര്യങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ 5 ദിവസത്തെ ക്ലാസ്സിൽ അതെല്ലാം കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ 10 ദിവസത്തെ ക്ലാസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കും. ഓക്കെ ഓക്കെ സർ.
വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ ഇനി വേറെ എന്തെങ്കിലും ഉൾക്കൊള്ളിക്കാനായിട്ടുണ്ടെങ്കിൽ സാർ സംസാരിക്കാം. ഒരു അഭിപ്രായമുള്ള സാറിന്റെ കോണ്ടാക്ട് നമ്പർ ഒന്ന് കൊടുക്കാവോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ മെസ്സേജ് ടെക്സ്റ്റ് ഇട്ട് ഒന്ന് സംശയം തീർക്കാനായിട്ട്. തീർച്ചയായും അങ്ങനെ ടെസ്റ്റ് ഇടണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഞാനിപ്പോ എന്റെ നമ്പർ തന്നെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നോട്ട് ചെയ്തോളൂ, എന്നെ വിളിച്ചോളൂ. പക്ഷെ ഒരു 8 മണിക്ക് ശേഷം വിളിക്കാവൂ എന്നേ ഉള്ളൂ. കാരണം ഞാൻ അല്ലാതെയൊക്കെ തിരക്കിലായിരിക്കാം. വൈകിട്ട് ഒരു 8 മണിക്ക് ശേഷം, രാത്രി 8 മണിക്ക് ശേഷം. ക്ലാസ് കണ്ടല്ലോ 8:30 അല്ലെ? 8:30ക്ക് ശേഷം നിങ്ങൾ എന്നെ ബന്ധപ്പെടുക, ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട് പറ്റും. ഇനി അല്ലാത്ത സമയത്താണെങ്കിൽ നിങ്ങൾ വാട്സാപ്പില് മെസ്സേജ് ഇടുക, വോയിസ് ഇടുക. ഇനി ഞാനിങ്ങനെ എന്റെ ക്ലാസ്സിലുള്ള സ്റ്റുഡന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വോയിസ് ഇട്ടേക്കുക. ഞാൻ എപ്പോഴെങ്കിലും ഫ്രീ ആകുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. അല്ലാതെ തന്നെ അതിലൊന്നും ബുദ്ധിമുട്ടണമെന്നില്ല. ഞാനിപ്പോഴും ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഞാനിത് ശരിക്കും ഇതൊരു ചാരിറ്റി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോ പഠിച്ചിറങ്ങിയ സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്, ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യത്തെ ഒരു 10 വർഷം വളരെ സ്ട്രഗിൾ ആയിരുന്നു. വളരെ ദാരിദ്ര്യമുള്ള കുടുംബത്തിലാണ് ജനിച്ചത്. അവിടെ നിന്നാണ് ഈ നിലയിലേക്ക് എത്തിയത്. ഇപ്പൊ ഒരു 25 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ എന്നെ പഠിപ്പിച്ച എന്റെ ഗുരുനാഥൻ ചെറുവള്ളി സാർ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, പോകുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും കൊണ്ടുപോകില്ല പ്രജീഷെ, പോകുമ്പോ ആകെ കൊണ്ടുപോണത് ഒരു വിദ്യ മാത്രം. അങ്ങനെ ഉള്ള വിദ്യ കൊണ്ടുപോകുന്ന സമയത്ത്, ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും, എന്താ നീ ഇവിടെ എന്തൊക്കെ ചെയ്തു? ഇതുപോലെ തന്നെ ഖുറാനിൽ ഒരു വാക്കുണ്ട്, നീ ഇവിടെ ഈ വിദ്യയുടെയും ഇതിന്റെ എല്ലാത്തിന്റെയും സൂക്ഷിപ്പുകാരനെന്നാ പറയുന്നത്. നീ ഈ പറയുന്ന ഒരു 10-25 വർഷത്തേക്ക് ഇതിന്റെ സൂക്ഷിപ്പുകാരനാണ്. അത് കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അതിന് കണക്ക് ചോദിക്കും, നിനക്ക് ഈ കഴിവൊക്കെ തന്നു, നിനക്ക് കുറെ സമ്പത്തൊക്കെ തന്നു, നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കും. ഈ 2 വാക്കുകളുമാണ് എന്നെ ഒരു 25 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ മാറ്റി ചിന്തിപ്പിച്ചത്. ഞാനും ചിന്തിച്ചു തുടങ്ങി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അറിയാം. ഒരുപാട് വാസ്തുവിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. അതുപോലെ ഒരു എഞ്ചിനീയർ എന്തൊക്കെ ചെയ്യണമെന്നറിയാം. ഒരു കോൺട്രാക്ട് വർക്ക് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നറിയാം. അതിലൂടെ എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കണമെന്നറിയാം. ഈ വക കാര്യങ്ങളിലൊക്കെ ദൈവം എനിക്ക് അങ്ങനെ ഒരു കഴിവ് തന്നു. അപ്പൊ അത് ഞാൻ പോകുമ്പോ ഞാനിത് കൊണ്ട് ആർക്കും പറഞ്ഞു കൊടുക്കാതിരുന്നാല് ഇതൊന്നും ഇവിടെ തീരും. അതേസമയം ചെറുവള്ളി സാറും ഖുറാനിലും ഒക്കെ പറയുന്ന കണക്ക് ഇത് ആവശ്യക്കാരന് കൊടുക്കുക, അത് അവന്റെ അവകാശം എന്നാണ് ഖുറാന്റെ വാക്ക്. അതുപോലെ തന്നെ ഞാനും പറയുന്നു, ഇതൊക്കെ നിങ്ങളുടെയും അവകാശമാണ്. ഞാൻ ഈ തരുന്ന വിദ്യയും ഈ അറിവുകളും അത് നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ട് നോക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും എന്നെ വിളിക്കാം. ഞാൻ അസൗകര്യം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് ഞാൻ ഇതിന് മറുപടി തരുന്നതായിരിക്കും. അഥവാ കെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മിസ് വിളിക്കുന്നതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അതിനൊന്നും പ്രത്യേകിച്ച് ഫീസും ഇല്ല. പലപ്പോഴും ഈ ഒരു അനൗൺസ്മെന്റ് നടത്തിയപ്പോഴും ഞാനിത് വീണ്ടും വീണ്ടും പറയാൻ കാരണം, എപ്പോഴും ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫുകളൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യം, സാറേ ഫീസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ആരും ഇതിന്ന് 1 രൂപയുടെ ഫീസും വാങ്ങാറില്ല. ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നമ്പർ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഞാനിപ്പോൾ മെസ്സേജ് ആയിട്ട് അയക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക്